മുഖ്തസർ 266 പേജ് 362. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نحمدك يا من شرح صدورنا لتلخيص البيان في إيضاح المعاني ونور قلوبنا بلوامع التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراءة. الحقيقة والمجاز. ഇത് ഹഖീഖത്ത് മജാസിനെ സംബന്ധിച്ച് പറയുന്ന ബഹസാകുന്നു എന്നാണ്. അപ്പോൾ ഹാദാ ഹുവൽ മഖ്സിദു സാനി മിൻ മഖാസിദി ഇൽമിൽ ബയാനി. ഇത് ഇൽമുൽ ബയാനിന്റെ മഖ്സൂദുകളിൽ നിന്നുള്ള രണ്ടാമത്തെ മഖ്സൂദാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മഖ്സിദ് തശ്ബീഹാണ്, മൂന്നാമത്തെ മഖ്സിദ് കിനായത്താണ്, രണ്ടാമത്തെ മഖ്സിദാണ് മജാസ്. കൂട്ടത്തിൽ ഹഖീഖത്തും പറഞ്ഞു. ബയാൻ എന്ന ഫന്ന് 3 മഖ്സൂദുകളുടെ മേലിലാണല്ലോ മുസ്തമിലായിട്ടുള്ളത്. ബാബു തശ്ബീഹ്, ബാബുൽ മജാസ്, ബാബുൽ കിനായത്ത്. ഒന്നാം മഖ്സിദിൽ നിന്ന് വിരമിച്ചപ്പോൾ രണ്ടാം മഖ്സിദിലേക്ക് പ്രവേശിച്ചു. അതാണ് മജാസ്. പിന്നെ ഐ ഹാദാ ബഹ്സുൽ ഹഖീഖത്തി വൽ മജാസി. അത് അൽ ഹഖീഖത്തു വൽ മജാസു എന്നതിൻ്റെ പൂർണ്ണമായ കലാമാണത്. അപ്പം മുബ്തദ മഹദൂഫാണ്. ബഹ്സു എന്ന അതാണ് യഥാർത്ഥത്തിൽ ഖബർ, അതും മഹദൂഫാണ്. ആ ബഹ്സു എന്ന മുലാഫിന്റെ സ്ഥാനത്ത് അൽ ഹഖീഖത്തി എന്ന മുലാഫിലൈനെ നിർത്തി ഇപ്പോൾ ഖബർ അൽ ഹഖീഖത്തു ആണ്. വൽ മജാസു ഐ ഹാദാ ബഹ്സുൽ ഹഖീഖത്തി വൽ മജാസി. ഇത് മജാസിന്റെയും ഹഖീഖത്തിന്റെയും ബഹ്സാകുന്നു. വൽ മഖ്സൂദുൽ അസ്ലിയു ബിന്നദരി ഇലാ ഇൽമിൽ ബയാൻ. ഇൽമുൽ ബയാനിലേക്ക് നളർ ചെയ്യലുകൊണ്ട് അസ്ലിയായ മഖ്സൂദ് ഹുവൽ മജാസു, അത് മജാസാണ്. കാരണം ഇത് ബിഹി, ഈ മജാസ് കൊണ്ട് ആണ് ഇഖ്തിലാഫു തുറുഖി, ത്വരീഖുകളുടെ ഇഖ്തിലാഫ് സാധ്യമാകുന്നത് മജാസ് കൊണ്ട് മാത്രമാണ്. ദൂരൽ ഹഖീഖത്തി, ഹഖീഖത്തിനെ കൂടാതെ. അതായത് ഇവിടെ ഖസർ ഇലാഫിയാണ് എന്നർത്ഥം. ഇത് ബിഹിയത്ത അത്ത കേട്ടോ. ഇത് ബിഹിയത്ത അത്ത ഇഖ്തിലാഫു തുറുഖി, ഇഖ്തിലാഫു തുറുഖ് സാധ്യമാകുന്നത് മജാസ് കൊണ്ട് മാത്രമാണ്. അതൊരു ഹസറുണ്ട് അവിടെ. അപ്പോൾ മജാസ് കൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഹഖീഖിയായ കസറാണെങ്കിൽ കിനായത്തിനെയും ഹഖീഖത്തിനെയും കൂടാതെ എന്ന് പറയേണ്ടി വരും. ഇത് ഹഖീഖിയായ കസറല്ല, ഇളാഫിയായ കസറാണ്. ഹഖീഖത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മജാസ് കൊണ്ട് മാത്രമാണ്, കിനായത്തില്ല എന്നല്ല കേട്ടോ. കിനായത്ത് കൊണ്ടും ഇഖ്തിലാഫു തുറുക്ക് സാധ്യമാകും. കിതാബിന്റെ 305 പേജിൽ അല്ലേ, 305 പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇൽമുൽ ബയാനി വഹുവ ഇൽമുൻ യുറഫു ബിഹി ഈറാദുൽ മഅനൽ വാഹിദി ബി തുറുക്കിൻ മുഖ്തലിഫത്തിൻ ഫി ഉളൂഹി ദലാലത്തി അലൈഹി. അതാണ് ഇൽമുൽ ബയാൻ. ഇൽമുൽ ബയാൻ എന്ന ഇൽമു കൊണ്ട്
ഒരു ആശയത്തെ വിവിധ തരത്തിലുള്ള ഇബാറത്തുകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ കഴിയും. എന്തിൽ വിവിധ തരം? മഅന, ആ ഒരു മഅനയുടെ മേൽ അറിയിക്കുന്നതിന്റെ വ്യക്തതയിലുള്ള വ്യത്യാസമായ തരീഖുകൾ അനുസരിച്ച് ഒരു മഅനയെ കൊണ്ടുവരാൻ അറിയപ്പെടും. അപ്പോൾ ഇഖ്തിലാഫു തുറുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ആശയത്തിന് വിവിധ തരത്തിലുള്ള ഇബാറത്തുകൾ കൊണ്ടുവരണമെങ്കിൽ അത് മജാസ് കൊണ്ടും കിനായത്തും കൊണ്ടേ സാധിക്കുകയുള്ളൂ, ഹക്കീക്കത്ത് കൊണ്ട് സാധ്യമല്ല എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ടത്. ആ 305 പിന്നെ 305 പേജ് 305 മുതൽ ഓരോന്നിൻ്റെയും മുത്താബക്കിയായ ദലാലത്ത്, അതുപോലെ തന്നെ തളമ്മുനിയായ ദലാലത്ത്, ഇൽത്തിസാമിയായ ദലാലത്ത് എന്ന് പറഞ്ഞുകൊടുത്ത് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൽമുൽ ബയാനിലേക്ക് നദർ ചെയ്യുമ്പോൾ അസ്ലിയായ മഖ്സൂദ് മജാസ് മാത്രമാണ്, ഹക്കീക്കത്തല്ല. പിന്നെ എന്തിനെവിടെ ഹക്കീക്കത്തിനെവിടെ എന്തിനു കൊണ്ടുവന്നു? അതാണ് പറയുന്നത്. ഇല്ല അന്നഹ, അപ്പൊ ഹസ്ർ ഇലാഫിയാണ്. ഹക്കീക്കത്ത് ഇവിടെ പറഞ്ഞു, ആ ഹക്കീക്കത്ത് കൊണ്ടല്ല മജാസ് കൊണ്ടാണ് ഇഖ്തിലാഫ് തുർക്ക് സാധ്യമാവുകയുള്ളൂ. ഇല്ല എങ്കിലും അന്നഹ, ഈ ഹക്കീക്കത്ത് ലമ്മാക്കാനത്ത്, ഈ ഹക്കീക്കത്ത് ആയപ്പോൾ കൽ അസ്ലിലിൽ മജാസി, മജാസിനുള്ള അസ്ല് പോലെയായപ്പോൾ, മജാസിന്റെ അസ്ലല്ല, മജാസിനുള്ള അസ്ല് പോലെയായപ്പോൾ. കാരണം മജാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാവുദിയലുഹു, അല്ലാത്തതിൽ ഉപയോഗിക്കപ്പെട്ട കലിമത്ത്. ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ മാവുദിയലുഹു, വെക്കപ്പെട്ട മായനയിൽ ഉപയോഗിച്ചത്. അവക്ക് വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിക്കണമെങ്കിൽ വെക്കപ്പെട്ട മായനയിൽ ഉപയോഗിച്ചതിന്റെ ഒരു ഫർഖ് പോലെ ആവണം കേട്ടോ. വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഇസ്തിമാല് ചെയ്യണമെങ്കിൽ വെക്കപ്പെട്ട മായനയിൽ ഇസ്തിമാല് ചെയ്യണം എന്നത് ഷർത്തല്ല എങ്കിലും, എങ്ങനെ? വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിക്കണമെങ്കിൽ വെക്കപ്പെട്ട മായനയിൽ ഉപയോഗിക്കൽ ഷർത്ത് അല്ല. എങ്കിലും വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിക്കൽ വെക്കപ്പെട്ട മായനയിൽ ഉപയോഗിച്ചതിന്റെ ഫർഖ് പോലെയാണ്. അതാ പറയുന്നത്, ഇതിൽ ഇസ്തിമാല് ഫീ ഗൈരി മാ ഉദിഅ ലഹു, വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിക്കൽ അത് മജാസാണ്. ഫർഉൽ ഇസ്തിമാലി ഫീ മാ ഉദിഅ ലഹു, മാ ഉദിഅ ലഹു ആയ മായനയിൽ ഉപയോഗിച്ചതിന്റെ ഫർഖ് പോലെയാണ്. അതുകൊണ്ടാണ് ഹഖീഖത്ത് മജാസിനുള്ള അസ്ല് പോലെയായത്. അപ്പോൾ മജാസ് ഹഖീഖത്തിന്റെ ഫർഖ് പോലെയുമാണ്. അങ്ങനെയാണല്ലോ. അങ്ങനെ ആയപ്പോൾ ചുരുക്കം അതാണ് ലമ്മാക്കാനത്ത് കല്ലസ്ലിലിൽ മജാസി, ഹഖീഖത്ത് മജാസിനുള്ള അസ്ല് പോലെയായപ്പോൾ. പിന്നെ അതിന്റെ കാരണം പറഞ്ഞു, എന്തുകൊണ്ട് അസ്ല് പോലെയായി? അതാണ് കാരണം, ഇതിൽ ഇസ്തിമാല് ഫീ ഗൈരി മാ ഉദിഅ ലഹു ഫർഉൽ ഇസ്തിമാലി ഫീ മാ ഉദിഅ ലഹു, മാ ഉദിഅ ലഹു ആയ മഅനയിൽ ഉപയോഗിച്ചതിന്റെ ഫർഉ പോലെയാണ് മാ ഉദിഅ ലഹു അല്ലാത്ത മഅനയിൽ ഉപയോഗിക്കൽ. അതുകൊണ്ട് മജാസിനുള്ള അസ്ല് പോലെയായപ്പോൾ ജറത്തിൽ ആദത്തു ബിൽ ബഹ്സി അനിൽ ഹഖീഖത്തി അവ്വല, തുടക്കത്തിൽ ഹഖീഖത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച ചെയ്യലുകൊണ്ട് ആദത്ത് നടന്നിട്ടുണ്ട് എന്നാ. ഇനി
ഇവിടെ ഹൽ ഹക്കീക്കത്തു വൽ മജാസു മുത്തലക്കൻ ഹക്കീക്കത്ത് മജാസ് തർജുമ മുസന്നിഫ് പറഞ്ഞിട്ടുള്ളത്. ഇനി വഖദ് യുഖയ്യദാനി ബിൽ ലുഗവിയ്യൈനി, ചിലപ്പോൾ ഈ ഹക്കീക്കത്ത് മജാസിനിക്ക് ലുഗവിയ്യൈനി എന്ന് കൈ കൊടുക്കപ്പെടും. അതായത് അൽ ഹക്കീക്കത്തു അൽ മജാസുൽ ലുഗവിയ്യാനി. എന്തിനാ കൈത് കൊടുക്കുന്നത്? അഖിലിയാനിയായ മജാസും ഹക്കീക്കത്തും പുറത്തു പോവാൻ വേണ്ടി ചിലപ്പോൾ കൈത് കൊടുക്കും. അതിൽ യതമയ്യസ അനിൽ ഹക്കീക്കത്തി വൽ മജാസിൽ അഖിലിയൈനിയായ, അതായത് ഹക്കീക്കത്ത് അഖിലിയത്തും മജാസ് അഖിലിയും, ഇതിൽ നിന്ന് ഈ ലുഗവിയായ ഹക്കീക്കത്തും മജാസും വേർതിരിയാൻ വേണ്ടി. അല്ലതേനി എങ്ങനത്തെ അഖിലിയൈനിയായ ഹക്കീക്കത്തും മജാസുമാണ്? ഹുമാ ഫിൽ ഇസ്നാദി, അത് രണ്ടും ഇസ്നാദിലാണുള്ളത് കേട്ടോ. മുഖ്തസറിന്റെ തുടക്കത്തിൽ പേജ് 51, 53 അവിടെ നോക്കിയാൽ കാണാം. സുമ്മൽ ഇസ്നാദു മിന്നു ഹക്കീക്കത്തുൻ അഖിലിയത്തുൻ, പിന്നെ ഇസ്നാദ് അതിൽപ്പെട്ടതാണ് ഹക്കീക്കത്ത് അഖിലിയത്ത് എന്ന് കാണാം. അതുപോലെ തന്നെ 53-ാം പേജിൽ വമിൻഹു മജാസുൻ അഖിലിയുൻ, ഇസ്നാദിൽപ്പെട്ടതാണ് മജാസ് അഖിലിയ് കേട്ടോ. അപ്പൊ ഹക്കീക്കത്ത് അഖിലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫീലിനെ അല്ലെങ്കിൽ അതിന്റെ മായനയുള്ള ഒന്നിനെ മാഹുവലഹൂലേക്ക് ഇസ്നാദ് ചെയ്യുക ഇന്ദൽ മുത്തക്കല്ലിമി ഫിൽ ളാഹിരി എന്ന് 51-ാം പേജിലും 53-ാം പേജിൽ ഒമിന്നു മജാസുൻ അഖ്ലിയുൻ വഹുവ ഇസ്നാദുഹു ഇലാ മുലാബിസിൻ ലഹു ഗൈരി മാ ഹുവ ലഹു ബിതഅവ്വുലിൻ എന്നും കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇസ്നാദിലാണ് അഖ്ലിയായ മജാസും അഖ്ലിയത്തായ ഹക്കീക്കത്തും ഉള്ളത്. അതിൽ നിന്ന് വേർതിരിയാൻ വേണ്ടി ചിലപ്പോൾ ചിലര് ലുഗവിയ്യൈനി കൊണ്ട് കൈത് കൊടുക്കും. പക്ഷേ വൽ അക്സറു തർക്കുദ ആദത്തഖീദി, അധിക പേരും ഈ കൈദിനെ ഒഴിവാക്കലാണ്. മുസന്നിഫ് ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. കൈദിനെ ഒഴിവാക്കി. അതെന്തിനാ ഒഴിവാക്കിയത്? അല്ലാ യതവഹമ, ഊഹിക്കാതിരിക്കാൻ വേണ്ടി. അന്നഹു മുഖാബിലുൽ ശറഈ വൽ ഉർഫി, ശറഈനും ഉർഫിയിനും മുഖാബിലയാണ് ഈ ഹക്കീക്കത്ത് മജാസ് എന്ന് ഊഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അക്സറും തെർക്ക് ചെയ്തത്. കാരണം അൽ ഹക്കീക്കത്തു വൽ മജാസു അൽ ലുഗവിയ്യാനി എന്ന് പറയുമ്പോൾ ശറഈയായ ഹക്കീക്കത്ത് മജാസ് ഉർഫിയായ ഹക്കീക്കത്ത് മജാസിന്റെ മുക്കാബിലയിലുള്ള ഹക്കീക്കത്താണ്. അതായത് വെറും ലുഗവിയായ ഹക്കീക്കത്തും ലുഗവിയായ മജാസും മാത്രമാണ് എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈത് കൊടുത്തത്. അങ്ങനെ തോന്നാൻ പാടില്ല കേട്ടോ. ദസൂഖി 4:3 ഖൗലുഹു ലിഅല്ലാ യതവഹമ അന്നഹു അയ്യൽ മുഖയ്യദു ബിമാ ദുക്കിറ, മാ ദുക്കിറ കൊണ്ട് കൈത് കൊടുക്കപ്പെട്ട ഹക്കീക്കത്ത് മജാസ് മുഖാബിലുൽ ശറഈ വൽ ഉർഫി, ശറഈന്റെയും ഉർഫിയിന്റെയും മുഖാബിലാണ് എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി. അങ്ങനെ തോന്നിയാലുള്ള പ്രശ്നം എന്താ? ഐഫയഖ്റുജാനി, ഉർഫിയായ ഹക്കീക്കത്തും മജാസും ശറഈയായ ഹക്കീക്കത്തും മജാസും പുറപ്പെട്ടു പോകും. ബിത്തഖ്യീദി, ഈ കൈത് കൊടുക്കലുകൊണ്ട് പുറപ്പെട്ടു പോകും. അങ്ങനെ തോന്നിയാല്, തോന്നുന്നവർക്കാണ് പുറപ്പെടുള്ളൂ. മാ അന്നൽ ഖസ്ദ, ഇവിടത്തെ മഖ്സൂദ് എന്താണ്? ഇത് ഖാലുഹുമാ, ശറഈയും ഉർഫിയും അത് രണ്ടിനെയും ഈ ഹക്കീക്കത്ത് മജാസിൽ ഉൾപ്പെടുത്തലാണ് നമ്മുടെ ഖസ്ദ്. അവ തോന്നാതിരിക്കാൻ വേണ്ടി.
ഇന്നമാക്കാല യതവഹമു തോന്നാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ. അന്നഹു ഫിത്തഹക്കീക്ക് ഇനി കൈത് കൊടുത്താലും തോന്നൂല, ലാ യുക്കാബിലുഹുമാ രണ്ടിന്റെ മുക്കാബിലയിലാവൂല. കാരണം അന്നൽ മുറാദ ബിൽ ലുഗവി അല്ലുഗവിയാനി കൊണ്ട് കൈത് കൊടുത്താൽ ആ ലുഗത്ത് കൊണ്ടുള്ള ലുഗവി കൊണ്ടുള്ള മുറാദ് മാലില്ലുഗത്തി ഫീഹി മദ്ഖലുൻ, അതിൽ ലുഗത്തിനൊരു ആധിപത്യമുണ്ട്, പ്രവേശനമുണ്ട് എന്നേ ഉള്ളൂ, എന്നല്ലാതെ ശർഈയും ഉറുഫിയും അല്ല എന്നല്ല. വൽ ഉറുഫിയു വശർഈയു ഉറുഫിയും ശർഈയും യസ്തുഖു അലൈഹിമാ, ഉറുഫിയിന്റെയും ശർഈന്റെയും സാദിക്കാഹും അന്നഹുമാ അത് രണ്ടും കദാലിക്ക, അവിടെയും ലുഗത്തിലേക്ക് എന്തുണ്ട്, മദ്ഖലുണ്ട് കേട്ടോ. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹക്കീക്കത്ത് മജാസില് ലുഗവിയായ ഹക്കീക്കത്ത്, ശർഈയായ ഹക്കീക്കത്ത്, ഉറുഫിയായ ഹക്കീക്കത്ത് മൂന്നും ഉൾപ്പെടും. മജാസിലും അങ്ങനെ തന്നെ. ജമ്മുൽ ജവാമിഅ് 1-ാം ജുസ് 305-ാം പേജ് നോക്കുക. അൽ ഹക്കീക്കത്തു, അതായത് ബന്നാനി ഉള്ള അൽ ഹക്കീക്കത്തു ലഫ്ളും മുസ്തഅമലും ഫീമാ ഉദിഅ ലഹു ഇബ്തിദാഅൻ അണ്ട വഹിയ, എന്നിട്ട് ഹക്കീക്കത്തു ലുഗവിയ്യത്തുൻ വ ഉറുഫിയ്യത്തുൻ വ ശർഈയ്യത്തുൻ എന്ന് കാണാം. 308-ാം പേജ് നോക്കിയാൽ വൽ മജാസു അൽ ലഫ്ളുൽ മുസ്തഅമലു ഫീമാ ഉദിഅ ലഹു ലുഗത്തൻ ഔ ഉറുഫൻ ഔ ശർഅൻ. അപ്പോൾ മജാസിലും ഹക്കീക്കത്തിലും എന്തുണ്ട്, ലുഗവിയും ഉറുഫിയും ശർഈയും ഉണ്ട്, രണ്ടിലുമുണ്ട്. ഇനി അൽ ഹഖീഖത്തു ഫിൽ അൽ ഹഖീഖത്തു അൽ കലിമത്തുൽ മുസ്തഅമലത്തു ഫീമാ ഉദിഅത് ലഹു ഇസ്തിലാഹിൻ ബിഹി തഖാതുബൂന. അൽ ഹഖീഖത്തു ഹഖീഖത്താകുന്നത് അൽ കലിമത്തു ഒരു കലിമത്താണ്. എങ്ങനെയുള്ള കലിമത്ത്? അൽ മുസ്തഅമലത്തു പെരുമാറപ്പെട്ടത്, ഫീമാ ഒരു മഅനയിൽ, ഫിസ്തിലാഹിൻ ഒരു സാങ്കേതിക പ്രയോഗത്തിൽ, ഫീമ ഒരു മഅനയിൽ പെരുമാറപ്പെട്ടത്, ഉദിഅത്ത് ആ കലിമത്തിനെ വെക്കപ്പെട്ടു, ലഹു ഈ മഅനാക്ക് വേണ്ടി. അപ്പൊ കലിമത്തിനെ ഏതൊരു മഅനാക്കാണോ ഉദഇ ചെയ്തത് ആ മഅനയിൽ പെരുമാറപ്പെട്ടത് ഫിസ്തിലാഹിൻ ഒരു സാങ്കേതിക പ്രയോഗപ്രകാരം വെക്കപ്പെട്ടത്. ബിഹി എങ്ങനെയുള്ള ഇസ്തിലാഹാണ്? ആ ഇസ്തിലാഹു കൊണ്ടാണ് അത്തഖാതുബുവിടെ സംഭാഷണം നടക്കുന്നത്. അപ്പൊ സംഭാഷണം ഏതൊരു സാങ്കേതിക പ്രയോഗത്തിലാണോ ആ പ്രയോഗപ്രകാരം ഉദഇ ചെയ്യപ്പെട്ടത്, അത് ലുഗവിയാണോ, ലുഗത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ഉറുഫിന്റെ അടിസ്ഥാനത്തിലാണോ, ശർഈന്റെ അടിസ്ഥാനത്തിലാണോ? അപ്പോൾ ശർഈന്റെ അഹ്ലുകാർ സംസാരിക്കുമ്പോൾ അസ്സലാത്തു എന്ന ലഫ്സ് അവര് ഉദഇ ചെയ്തത് എന്തിലാണ്? ദുആയിലാണ്. അതാ പറഞ്ഞത്. ലുഗത്തിന്റെ അഹ്ലുകാർ സംസാരിക്കുമ്പോൾ തഖാതുബ് ലുഗത്തിന്റെ അഹ്ലുകാരാണ്. അപ്പൊ ലുഗത്തിന്റെ അഹ്ലുകാർ സംസാരിക്കുമ്പോൾ അസ്സലാത്തു സലാത്ത് എന്ന ലഫ്സ് അവര് ഉദഇ ചെയ്തത് ദുആയിലാണ്. അപ്പോ ആ ഇസ്തിലാഹിൽ, ലുഗത്തിന്റെ ഇസ്തിലാഹിൽ സലാത്തിനെ ദുആയിൽ ഉപയോഗിച്ചാൽ അത് ഹഖീഖത്തായി. ശർഈന്റെ അഹ്ലുകാരാകുമ്പോൾ അർക്കാനും മഖ്സൂസത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ഹഖീഖത്തായി കേട്ടോ. അർക്കാനും മഖ്സൂസത്തിൽ ശർഈന്റെ അഹ്ലുകാർ ഉപയോഗിക്കുമ്പോൾ ഹഖീഖത്ത്. അതേ സമയത്ത് ദുആ എന്ന മഅനയിൽ ലുഗത്തിന്റെ അഹ്ലുകാർ ഉപയോഗിക്കുമ്പോൾ അത് ഹഖീഖത്ത്. അങ്ങനെ മനസ്സിലാക്കണം ഉറുഫിന്റെ അഹ്ലുകാരുടേതും. ഐ ഉദിഅത്ത് ലഹു ഫിസ്തിലാഹിൻ ബിഹി യഖഉ തഖാതുബൂൻ. ഐ ഉദിഅത്ത് ആ കലിമത്തിനെ വെക്കപ്പെട്ടു, ലഹു ഈ മഅനാക്ക് വേണ്ടി, ഫിസ്തിലാഹിൻ ഒരു സാങ്കേതിക പ്രയോഗത്തിൽ,
ബിഹി ആ ഇസ്തിലാഹു കൊണ്ടാണ് യഖഉത്തഖാത്തുബു സംഭാഷണം നടക്കുന്നത് ബിൽ കലാമി ഒരു കലാമ് കൊണ്ട്. എങ്ങനത്തെ കലാമ്? അൽ മുസ്തമിലി അലാ തിൽക്കൽ കലിമത്തി ആ കലിമത്തിന്റെ മേൽ ഉൾക്കൊണ്ടതായ കലാമ് കൊണ്ട് തഖാത്തുബുണ്ടാകുന്നത് ഏതൊരു സാങ്കേതിക പ്രയോഗത്തിലാണോ ആ സാങ്കേതിക പ്രയോഗത്തിൽ ഈ കലിമത്തിനെ ഏതൊരു മഅനാക്ക് വൽഇ ചെയ്തോ ആ മഅനയിൽ ഉപയോഗിക്കുമ്പോൾ അത് എന്താണ്? ഹഖീഖത്താണ്. ഫല്ലറുഫു അപ്പോൾ ഫിസ്തിലാഹിം ബിഹി തഖാത്തുബു എന്ന ലറുഫ്, ഐനി ഫിസ്തിലാഹിൻ എന്ന ലറുഫ് മുതഅല്ലിഖുൻ ബിഖൗലിഹി ഉളിഅത്ത് ഉളിഅത്ത് എന്ന മുസന്നിഫിന്റെ കൗലിനോട് ബന്ധിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഫിസ്തിലാഹിൻ ഒരു ഇസ്തിലാഹനുസരിച്ച് വെക്കപ്പെട്ടു. ഒരു ഇസ്തിലാഹിൽ പെരുമാറപ്പെട്ട കലിമത്ത് എന്നല്ല, ഒരു ഇസ്തിലാഹിൽ വലഇ ചെയ്യപ്പെട്ട മഅനയിൽ ഉപയോഗിച്ച കലിമത്ത് എന്നാ. വതഅല്ലുഖുഹു ഫിസ്തിലാഹിൻ എന്നത് ബന്ധിക്കൽ ബിൽ മുസ്തഅമലത്തി അൽ കലിമത്തുൽ മുസ്തഅമലത്തു എന്ന മുസ്തഅമലത്തിനോട് ബന്ധിക്കൽ അലാമാ തവഹമഹുൽ ബഅ്ലു ഊഹിച്ചതനുസരിച്ച് ബഅ്ലിന് അങ്ങനെ ഊഹം വന്നിട്ടുണ്ട്. അത് മിമ്മാല മഅനാലുഹു അതിന് തീരെ അർത്ഥമില്ലാത്തതിൽപ്പെട്ടതാണ്. അതിനോട് തഅല്ലുക്ക് ഒരു മഅനയും ഇല്ല. കണ്ടോ? ഖൗലുഹു മിമ്മാ ലാ മഅനാ ലഹു ദുസൂഖ് 4:6 ഐ മിമ്മാ ലാ മഅനാ ലഹു സഹീഹായ ഒരു മഅന ഇല്ല. ലാ മിൻ ജിഹത്തിൽ ലഫ്ലി വലാ മിൻ ജിഹത്തിൽ മഅന ലഫ്ലിന്റെ ഭാഗത്തിലൂടെയും ഇല്ല മഅനാന്റെ ഭാഗത്തിലൂടെയും ഇല്ല. എന്താ ലഫ്ലിന്റെ ഭാഗത്തിലൂടെയുള്ള പ്രശ്നം? അമ്മാ മിൻ ജിഹത്തിൽ ലഫ്ലി ലഫ്ലിന്റെ ഭാഗത്തിലൂടെയുള്ള പ്രശ്നം ഫലിഅന്നഹു ലാ യജൂസു തഅല്ലുഖു ഹർഫൈ ജദ്ദിൻ മുത്തഹിദയിൽ ലഫ്ലി വൽ മഅന ബിആമിലിൻ വാഹിദിൻ ആണ്. എന്ത്? ലഫ്ലും മഅനയും ഒന്നായ ജറിന്റെ രണ്ട് അർഫുകൾ. ഇവിടെ ലഫ്ലും മഅനയും ഒന്നായ ജറിന്റെ അർഫ് ഏതാണ്? ഫീമ എന്നതിലൊരു ഫീ, ഫിസ്തിലാഹിൻ എന്നതിലൊരു ഫീ. രണ്ടും ലഫ്ല് ഫീ ആകുമ്പോൾ ഒന്ന് തന്നെയാണല്ലോ. രണ്ടിന്റെ മഅനയും ഒന്ന് തന്നെയാണ്. ലർഫിയത്താണ് ഇവിടുത്തെ മഅന. ആ ലഫ്ലും മഅനയും ഒന്നായ ജറിന്റെ രണ്ട് അർഫ് ഒരു ആമിലിനോട് ബന്ധിക്കൽ ജായിസാകൂല. ഏതാ ഒരു ആമില്? ഒരു ആമിലിനോട് ബന്ധിക്കൽ ജായിസാകൂല. അൽ കലിമത്തുൽ മുസ്തഅമലത്തു അതല്ലേ? അൽ ഹഖീഖത്താകുന്നു അൽ കലിമത്തു ഒരു കലിമത്താണ്. എങ്ങനത്തെ കലിമത്ത്? അൽ മുസ്തഅമലത്തു ഉപയോഗിക്കപ്പെട്ട കലിമത്ത്. ഫീമ ഒരു മഅനയിൽ. അപ്പൊ ഫീന്റെ മുതഅല്ലിഖ് അൽ മുസ്തഅമലിനോടായി. ഇനി ഫിസ്തിലാഹിന്റെ മുതഅല്ലിഖും അൽ മുസ്തഅമലത്തിനോടാണ് ഇസ്തിലാഹിൽ പെരുമാറപ്പെട്ട കലിമത്ത് എന്നായി. അപ്പോൾ ഇവിടെ ഫീമാന്റെ മുതഅല്ലിഖും അൽ മുസ്തഅമലത്തു ഫിസ്തിലാഹിന്റെ മുതഅല്ലിഖും അൽ മുസ്തഅമലത്തു ആകുമ്പോൾ ആമിൽ ആരായി? അൽ മുസ്തഅമലത്തു ആമിലായി. ഒരു ആമിലായി. ഒരു ആമിനോട് ബന്ധിക്കല് ശരിയല്ല. അതാണ് മഅന ലഫ്ലിന്റെ ഭാഗത്തിലൂടെയുള്ള പ്രശ്നം. ഇനി വഅമ്മാ മിൻ ജിഹത്തിൽ മഅന ഫലി അൻ ഇസ്തിമാല ശൈഇ ഫി ശൈഇ ഇബാറത്തുൻ അൻ യുത്ലഖ ശൈഉൽ അവ്വലു വയുറാദു ദാലിക സാനീന. ഒരു ശൈഇനെ മറ്റൊരു ശൈഇൽ ഇസ്തിമാൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഈ ഷെയ്യിനെ ഒന്നാം ഷെയ്യിനെ രണ്ടാം ഷെയ്യിൽ ഉപയോഗിക്കുക.
എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് കൊണ്ട് രണ്ടാമത്തത് ഉദ്ദേശിക്കാന്ന. അപ്പൊ രണ്ടിന്റെ മഖ്സൂദ് മഅന ഒന്നാവും. അതായത് അൽ മുസ്തഅമലത്തു ഫീമ, ഒരു മഅനയിൽ പെരുമാറപ്പെട്ട കലിമത്തിനൊരു മഅനയിൽ പെരുമാറി. അപ്പൊ കലിമത്ത് എന്തായി? ദാലായി. ഈ മഅന മദ്ലൂലായി. ഈ മഅനയിൽ പെരുമാറിയിക്കാണല്ലോ. ഒന്നിനെ ഒന്നിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഒന്നാം ഷൈഅ് രണ്ടാം ദാലും രണ്ടാം ഷൈഅ് മദ്ലൂലും ആവുക എന്നാണ്. അപ്പൊ അൽ കലിമത്തുൽ മുസ്തഅമലത്തു ഫീമ ഒരു മഅനയിൽ, അപ്പൊ മഅന മദ്ലൂലായി, അത് ഓക്കെയാണ്. ഇനി ഫിസ്തിലാഹിൽ ഒരു ഇസ്തിലാഹിൽ ഉപയോഗിക്കപ്പെട്ടു. കലിമത്തിന്റെ ഇസ്തിലാഹിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ കലിമത്തിന്റെ മദ്ലൂൽ ആരായി? ഇസ്തിലാഹുമായി. അപ്പൊ ഒന്നാം മദ്ലൂല് രണ്ടാം മദ്ലൂലിനോട് എതിരായി വരും. ഒന്നിനെ മറ്റൊന്നിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അതിനറിയപ്പെടലാണ്. ഒന്നാമത്തെ കൊണ്ട് മറ്റേത് ഉദ്ദേശിക്കപ്പെടലാണ്. അപ്പോൾ മഅനയാണ് ഉദ്ദേശം ലഫ്ദ് പറഞ്ഞിട്ട് അത് ഓക്കെയാണ്. ഇസ്തിലാഹാണ് ഉദ്ദേശം ഒരു ലഫ്ദ് പറഞ്ഞിട്ട് അത് ശരിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മഅനാന്റെ ഭാഗത്തിലൂടെ തകരാറുണ്ട്. ഇനി ഫഹിത്തറസ മുസന്നിഫ് സൂക്ഷിച്ചു ബിൽ മുസ്തഅമിലത്തി, അൽ കലിമത്തുൽ മുസ്തഅമിലത്തു എന്ന മുസ്തഅമിലത്ത് എന്ന ലഫ്ദ് കൊണ്ട് സൂക്ഷിച്ചു. അനിൽ കലിമത്തി ഖബലൽ ഇസ്തിഇമാലി, ഇസ്തിഇമാലിന്റെ മുമ്പുള്ള കലിമത്തിനെ സംബന്ധിച്ച് സൂക്ഷിച്ചു. അതെന്തല്ല? ഹഖീഖത്തല്ല. ഫഇന്നഹാ ലാ തുസമ്മാ ഹഖീഖത്തൻ, അതിന് ഹഖീഖത്ത് എന്ന് പേര് പറയൂല. വലാ മജാസൻ, മജാസി എന്നും പേര് പറയൂല. വബിഖൗലിഹി ഫീമാ ഉളിഅത്ത് ലഹു, ഫീമാ ഉളിഅത്ത് ലഹു ഒരു മഅനയിൽ പെരുമാറപ്പെട്ട കലിമത്ത്. ഉളിഅത്ത് ആ കലിമത്തിന് വെക്കപ്പെട്ട ലഹു ആ മഅനാക്ക് വേണ്ടി. അതുകൊണ്ട് സൂക്ഷിച്ചു. അനിൽ ഖലത്തി, വലത്തിനെ സംബന്ധിച്ച് സൂക്ഷിച്ചു. നെഹ്വു ഖുദ് ഹാദൽ ഫർസ മുശീറൻ ഇലൽ കിതാബി, ഈ കുതിരയെ നീ എടുക്ക്, ഒരു കിതാബിലേക്ക് ഇശാറത്ത് ചെയ്തും കൊണ്ട്. അപ്പൊ ഫർസ് എന്ന ലഫ്ദ് അവിടെ കിതാബിനാണ് ഇസ്തിമാൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കിതാബ് ഫറസിന്റെ മാവുലിഅലഹുവായ മഅനയല്ല. അതുകൊണ്ട് ആ വലത്ത് ഹഖീഖത്തിൽ നിന്ന് പുറത്തുപോയി. കാരണം എന്തുകൊണ്ട് പുറത്തുപോയി? മാവുലിഅലഹുവായ മഅനയിൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ. അപ്പൊ ഹഖീഖത്തിൽ നിന്ന് പുറത്തുപോയി, മജാസിൽ നിന്നും പുറത്തുപോയിട്ടുണ്ട്. കാരണം മജാസാവണെങ്കിൽ അലാക്കത്ത് വേണമല്ലോ, അലാക്കത്തില്ലാത്തത് കൊണ്ട്. പിന്നെ ഖൗലുഹു അനിൽ ഖലത്തി ദുസൂഖി 4:7 ഫഇന്നൽ ലഫ്ദ ഫീഹി മുസ്തഅമലൻ ഫീ ഗൈരി മാ ഉളിയലഹു, മാ ഉളിയലഹു അല്ലാത്തതിൽ ഇസ്തിമാൽ ചെയ്തിട്ടുണ്ട്. അലാ തറ അന്ന ലഫ്ദ ഫറസ്, ഫറസ് എന്ന ലഫ്ദ് ഫിൽ മിസാലിൽ മദ്കൂരി, ഈ പറഞ്ഞ മിസാലിൽ ഏത് ഖുദ് ഹാദൽ ഫറസ മുശീറൻ ഇലൽ കിതാബി, ഖുദ് ഹാദൽ ഫറസ അതാണ് മിസാല്. ലൻ യൂദഅ ലിൽ കിതാബി, കിതാബിന് വദഅ ചെയ്തിട്ടില്ല. ഫലൈസൽ ലഫ്ദുൽ മുസ്തഅമലു, ഫലൈസൽ ലഫ്ദു ലഫ്ദല്ല, ഫലൈസൽ ലഫ്ദുൽ മുസ്തഅമലു ഫീ ഗൈരി മാ ഉളിയലഹു അല്ലേ? മാ ഉളിയലഹു അല്ലാത്തയിൽ പെരുമാറപ്പെട്ട ലഫ്ദ് അല്ല. ഖലത്തൻ ഖലത്തല്ല ബി ഹഖീഖത്തിൻ, എന്ത് അല്ല ഖലത്തൻ ഹഖീഖത്തല്ല. ഫലൈസൽ ലഫ്ദുൽ മുസ്തഅമലു ഫീ ഗൈരി മാ ഉളിയലഹു ഖലത്തൻ, ഖലത്തായിട്ട് മാ ഉളിയലഹു അല്ലാത്തതിൽ പെരുമാറപ്പെട്ട ലഫ്ദ് അല്ല. ബി ഹഖീഖത്തിൻ ഹഖീഖത്തല്ല, കമാ അന്നഹു ലൈസ ബി മജാസിൻ മജാസല്ലാത്തതുപോലെ അദമിൽ അലാഖത്തി. അപ്പൊ ഇവിടുത്തെ അർത്ഥം എങ്ങനെയാണ്? ഫലൈസൽ ലഫ്ദു, അപ്പോൾ ഒരു ലഫ്ദ് അല്ല. എങ്ങനത്തെ ലഫ്ദ്? അൽ മുസ്തഅമലു ഫീ ഗൈരി മാ ഉളിയലഹു, മാ ഉളിയലഹു അല്ലാത്തതിൽ പെരുമാറപ്പെട്ട ലഫ്ദ്. അതായത് ഫറസ് കിതാബിൽ ഇസ്തിമാൽ ചെയ്തു. ഖലത്തൻ, ആ ഇസ്തിമാൽ എങ്ങനെയാണ്? പിഴച്ചതായ നിലയിലാണ്. അങ്ങനെ ഖലത്തായിട്ട് മാ ഉളിയലഹു അല്ലാത്തതിൽ പെരുമാറപ്പെട്ട ലഫ്ദ് അല്ല. ബി ഹഖീഖത്തിൻ,
ഹഖീഖത്തല്ല കമാ അന്നഹു ലൈസ ബിമജാസിൻ, അത് മജാസ് അല്ലാത്തതുപോലെ അദമിൽ അലാഖത്തി എന്നാ. അപ്പൊ മജാസ് അല്ലാത്തതുപോലെ എന്തല്ല ഹഖീഖത്തുമല്ല. ഇനി വഅലിൽ മജാസിൽ മുസ്തഇമലി ഫീമാ ലം യൂളഅ ലഹു ഫി ഇസ്തിലാഹിൻ ബിഹി തഖാതുബ് വലാ ഫീ ഗൈരിഹി. വഅലിൽ മജാസി, ഒരു മജാസിനെ തൊട്ടും സൂക്ഷിച്ചു. ഏതുകൊണ്ട്? ഫീമാ ഉളിഅത്ത് ലഹു എന്ന് പറഞ്ഞതുകൊണ്ട് ഒലത്തിനെ തൊട്ട് സൂക്ഷിച്ചതുപോലെ ഒരു മജാസിനെ തൊട്ടും സൂക്ഷിച്ചു. എങ്ങനത്തെ മജാസാണാൽ മുസ്തഅമലി പെരുമാറപ്പെട്ടത്. ഫീമാ ഒരു മഅനയിൽ ലം യൂളഅ ആ മജാസിനെ വെക്കപ്പെട്ടിട്ടില്ല ലഹു ആ മാനാക്ക് വേണ്ടി ഫിസ്തിലാഹിൻ ബിഹി തഖാതുബ്, തഖാതുബ് ഏതൊരു സാങ്കേതിക പ്രയോഗത്തിലാണോ ആ പ്രയോഗത്തിൽ മജാസിനെ മഅനാക്ക് വെച്ചിട്ടില്ല. അങ്ങനത്തെ മഅനയിൽ എന്തായി? ഉപയോഗിച്ച വെക്കപ്പെടാത്ത മഅനയിൽ ഉപയോഗിച്ച മജാസ്. ഒരു ഫിസ്തിലാഹിൻ ബിഹി തഖാതുബ്, തഖാതുബ് ഏതൊരു സാങ്കേതിക പ്രയോഗത്തിലാണോ ആ പ്രയോഗപ്രകാരം ചെയ്തിട്ടില്ലാത്ത മഅനയിൽ പെരുമാറി. വലാ ഫീ ഗൈരിഹി, ആ ഇസ്തിലാഹ് അല്ലാത്തതിലും ചെയ്തിട്ടില്ല. അങ്ങനത്തെ മഅനയിലാണ് പെരുമാറിയത്. അതിനെ തൊട്ട് സൂക്ഷിച്ചൂത. ഖൗലുഹു ദുസൂഖി 4:7 വഅലിൽ മജാസിൽ മുസ്തഅമലി അത്ഫുൻ അലാ ഖൗലിഹി അനിൽ ഖദത്തി വഹാസിലുഹു അന്നഹു മുസന്നിഫ് യഹ്തറസ, സൂക്ഷിച്ചു ബി ഖൗലിഹി ഫീമാ ഉളിയത്ത് ലഹു എന്ന ഖൗലുകൊണ്ട് അൻ ഷൈഅൈനി രണ്ട് ഷൈഇനെ സംബന്ധിച്ച് സൂക്ഷിച്ചു. അല്ലവലു മസ്തുഅമില ഫീ ഗൈരി മാ ഉളിയ ലഹു ഖലത്തൻ, ഒന്നാമത്തത് ഖലത്തായിട്ട് മാ ഉളിയ ലഹു അല്ലാത്തയിൽ പെരുമാറിയത് ഫലീസ ബി ഹഖീഖത്തിൻ കമാ അന്നഹു ലൈസ ബി മജാസിൻ, അത് മജാസ് അല്ലാത്തതുപോലെ ഹഖീഖത്തും അല്ല. വസാനി രണ്ടാമത്ത് അൽ മജാസ്, ഒരു മജാസാണ്. അല്ലത് എങ്ങനത്തെ മജാസ്? ലം യുസ്തഅമൽ, ആ മജാസിനെ പെരുമാറപ്പെട്ടിട്ടില്ല. ഫീമാ ഉളിഅ, മാ ഉളിഅ ലഹു ആയ മഅനയിൽ പെരുമാറിയിട്ടില്ല. ഫീ സായിരിൽ ഇസ്തിലാഹാത്തി, ഒരു ഇസ്തിലാഹിലും. ഐനി ഇസ്തിലാഹാത്തിൽ ലുഗവിയ്യീന വശർഇയ്യീന വഅഹ്ലിൽ ഉർഫി കേട്ടോ. വഅഹ്ലിൽ ഉർഫി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്തിലാഹാത്തുകൾ എന്ന് പറഞ്ഞാൽ ലുഗവീങ്ങൾ, ശർഈങ്ങൾ, അഹ്ലുൽ ഉർഫിന്റെ ഇസ്തിലാഹുകളെയാണ്. വദാലിക കൽ അസദി, അസദ് പോലെ ഫിർ റജുലി ശുജാഇൽ ഉപയോഗിച്ചു. ഫഇന്ന ഇസ്തിമാലഹു, ആ അസദിനെ ഇസ്തിമാൽ ചെയ്യൽ ഫീഹി റജുലി ശുജാഇൽ ലം യകുൻ അല്ല ഇസ്തിമാലൻ ഫീമാ ഉളിയ ലഹു, മാ ഉളിയ ലഹുലുള്ള ഇസ്തിമാലല്ല. ബിഇത്തിബാരി ഇസ്തിലാഹി തഖാതുബി, തഖാതുബിന്റെ സാങ്കേതിക പ്രയോഗത്തെ കണക്കിലെടുക്കലുകൊണ്ട്. തഖാതുബ് ഏതൊരു ഇസ്തിലാഹിലാണോ ആ ഇസ്തിലാഹിനെ കണക്കിലെടുത്താലും വലാ ബിഇത്തിബാരി ഗൈരിഹി, തഖാതുബിന്റെ ഇസ്തിലാഹ് അല്ലാത്ത ഇസ്തിലാഹുകളെ കണക്കിലെടുത്താലും റജുലു ശുജാഇൽ ഉപയോഗിക്കൽ എന്തല്ല മാവുലിയലഹൂലല്ല. കാരണം അന്നൽ മുത്തഖാത്തിബൈനി, സംഭാഷണം നടത്തുന്ന രണ്ടാൾക്കാർ, ഇൻകാന ലുഗവിയ്യൈനി, അവർ രണ്ടുപേരും ലുഗവിയ്യങ്ങളാണെങ്കിൽ ലം യകുൻ ഇസ്തിമാലുൽ അസദി, അസദിനെ ഇസ്തിമാൽ ചെയ്യലല്ല. ഫിർ റജുലി ശുജാഇൽ ഇസ്തിമാൽ ചെയ്യലല്ല. ഇസ്തിമാലൻ ഫീമാ ഉളിയ ലഹു അല്ല. ബിഇത്തിബാരി ഇസ്തിലാഹിം, അവരുടെ ഇസ്തിലാഹിനെ ഇത്തിബാർ ചെയ്യലുകൊണ്ടും. വലാ ബിഇത്തിബാരി ഇസ്തിലാഹി ഗൈരിഹിം, അവരല്ലാത്തവരുടെ ഇസ്തിലാഹിനെ ഇത്തിബാർ ചെയ്യലുകൊണ്ടും. ഇനി അശ്ശറഇയ്യൈനി അശ്ശറഇയ്യീന വഅഹ്ലിൽ ഉർഫി, അശ്ശറഇയ്യീന വഅഹ്ലൽ ഉർഫി കേട്ടോ. ഇനി മുത്തഖാത്തിബീങ്ങൾ, രണ്ട് മുത്തഖാത്തിബീങ്ങൾ, അഹ്ൽ വഇൻകാനൽ മുത്തഖാത്തിബാനി മിൻ അഹ്ലിൽ ഉർഫി ഫകദാലിക, അങ്ങനെ തന്നെയാണ്. ലം യകു ഇസ്തിമാലുൽ അസദി ഫീഹി ഇസ്തിമാലൻ ഫീമാ ഉളിയ ലഹു അല്ല കേട്ടോ. അപ്പോ വഅനിൽ മജാസിൽ മുസ്തഅമലി ഫീമാ ലം യൂളഅ ലഹു ഫി ഇസ്തിലാഹിൻ
ബിഹി തഖാത്തുബ് വലാ ഫി ഗൈരിഹി. ആ മജാസിനെ തൊട്ടും. തഖാത്തുബ് ഏതൊരു ഇസ്തിലാഹ് അനുസരിച്ചാണോ നടക്കുന്നത് ആ ഇസ്തിലാഹിലും അല്ലാത്ത ഇസ്തിലാഹിലും അത് മാവുലിയ ലഹുൽ പെരുമാറിയിട്ടില്ല. അപ്പൊ അത് ഫീമാവുലിയത്തു ലഹു കൊണ്ട് ആ മജാസ് പുറപ്പെട്ടു. കല്ലസദി ഫിർ റജുലി സുജായി, അസദ് പോലെ റജുലു സുജായി. ലിഅന്നൽ ഇസ്തിആറത്ത് വഇൻകാനത്ത് മൗലൂഅത്തൻ ബിത്തഅ്വീലി, തഅ്വീലനുസരിച്ച് അത് മൗലൂഅത്താണ്. കാരണം എന്താണ്? മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിൽ ഉപയോഗിക്കലാണല്ലോ ഇസ്തിആറത്ത്. ഇസ്തിആറത്തിലെല്ലാം ഒരു തശ്ബീഹ് ആദ്യം ഉണ്ടാകും. ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ കൽ അസദി, റജുലു സുജായിന് അസദിനെ ഇസ്തിആറത്ത് ചെയ്തു. അസദിന്റെ ഹൈവാൻ മുഫ്തറിസിന്റെ കുപ്പായം ആർക്ക് ഇട്ടുകൊടുത്തു? റജുലു സുജായിന് ഇട്ടുകൊടുത്തു. ഇവിടെ ഇസ്തിആറത്ത് നടന്നിട്ടുണ്ട്. ഇസ്തിആറത്ത് നടന്നപ്പോൾ ഈ അസദ് എന്ന ലഫ്ദിനെ റജുലു സുജായിൽ ഒലഇ ചെയ്തിട്ടുണ്ട്. അത് തഅ്വീൽ അനുസരിച്ചുള്ള ഒരു ഒലഇ ആണ്, തഹ്ഖീഖിയായ ഒലഇ അല്ല. നേരത്തെ നമ്മൾ ജമ്മുൽ ജവാമിയിൽ തന്നെ പറഞ്ഞു. 305 പേജിൽ എന്താ പറഞ്ഞത്? അൽ ഹഖീഖത്തു ലഫ്ളും മുസ്തഅമലും ഫീമാ ഉലിയ ലഹു ഇബ്തിദാ എന്ന. ഒന്നാം ഘട്ടത്തിൽ ലഫ്ളിനെ ഏതൊരു മഅനാക്കാണോ ഒലഇ ചെയ്തത് ആ മഅനയിൽ ഉപയോഗിക്കുക. അത് ലുഗവിയും റുഫിയും ശർഇയും ഉണ്ട്. വാനിന് 308 പേജിൽ വൽ മജാസു അൽ ലഫ്ളുൽ മുസ്തഅമലു ഫീമാ ഉലിയ ലഹു തന്നെ പറഞ്ഞത്. മജാസ് എന്ന് പറഞ്ഞാൽ എന്താ? മാ ഉലിയ ലഹുവിൽ ഇസ്തിമാൽ ചെയ്യപ്പെട്ടത് ലുഗത്തൻ ഔ ഉറുഫൻ ഔ ശർഅൻ ബി വൽഇൻ സാനിന്ന. രണ്ടാം വലഇ. അപ്പൊ ഒന്നാം വലഇൽ നിന്ന് രണ്ടാം വലഇലേക്ക് നക്കൽ ചെയ്യണം. ഒന്നാം വലഇനെ മാറ്റിയിട്ട് രണ്ടാം വലയിൽ. ഹൈവാൻ മുഫ്തറിസിനാണ് അസദിനെ വലഇ ചെയ്തത്. അത് ഒഴിവാക്കിയിട്ട് റജുലു സുജായിൽ എന്താകാണ്? ഇവിടെ വലഇ ചെയ്യാണ്. അത് രണ്ടാം വലഇ ആണ്. അപ്പൊ തഅ്വീലനുസരിച്ച് വ്യാഖ്യാനാടിസ്ഥാനത്തിൽ അത് മൗലൂഅത്താണ്. അതായത് ഇബ്തിദാൻ മൗലൂഅത്തല്ല, സാനവിയൻ മൗലൂഅത്താണ്. എങ്കിലും ഇല്ലാ അന്നൽ മഫ്ഹൂമ മിൻ ഇത്ലാഖിൽ വലഇ, വലഇനെ നിരുപാധികം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കപ്പെടേണ്ടതും മനസ്സിലാകുന്നതും ഇന്നമാ ഹുവ അൽ വലഉ ബിത്തഹ്ഖീഖി, യഥാർത്ഥത്തിലുള്ള വലഇ ആണ്. അതെന്താണ്? ഇബ്തിദാൻ ഒരു മഅനയിൽ വലഇ ചെയ്യുക. വലഇന്റെ തൈരീഫിന് വരുന്നുണ്ട്. പിന്നെ ഇന്നമാ ഹുവ അൽ വലഉ ബിത്തഹ്ഖീഖി, തഹ്ഖീഖ് അനുസരിച്ച് യഥാർത്ഥത്തിലുള്ള വലഇ ആണ്. വഹിത്തറസ ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട് സൂക്ഷിച്ചു. ഫിസ്തിലാഹിൻ ബിഹി തഖാത്തുബു, ഒരു സാങ്കേതിക പ്രയോഗത്തിൽ എന്ന് പറഞ്ഞല്ലോ. ഫിസ്തിലാഹിൻ ബിഹി തഖാത്തുബു, ഉദിഅത്ത് ആ കലിമത്തിന് വെക്കപ്പെട്ട ലൂഹ മഅനാക്ക് വേണ്ടി ഫിസ്തിലാഹിൽ ഒരു ഇസ്തിലാഹിൽ വെക്കപ്പെട്ടു. ആ ഇസ്തിലാഹ് കൊണ്ടാണ് തഖാത്തുബ്. അതുകൊണ്ട് സൂക്ഷിച്ചു. അനിൽ മജാസിൽ മുസ്തഅമലി, പെരുമാറപ്പെട്ടത് മജാസിനെ സംബന്ധിച്ച് തൊട്ട് സൂക്ഷിച്ചു. ഫീമാ ഉലിയ ലഹു, മാ ഉലിയ ലഹുവിൽ അതിനെ പെരുമാറിയിട്ടുണ്ട്. ഫിസ്തിലാഹിൻ നാഹറ, മറ്റൊരു ഇസ്തിലാഹിൽ. വൈദിൽ ഇസ്തിലാഹിൽ ലദി ബിഹി വഖഅ തഖാത്തുബു, തഖാത്തുബ് നടക്കുന്നത് ഏതൊരു ഇസ്തിലാഹിലാണോ ആ ഇസ്തിലാഹ് അല്ലാത്ത ഇസ്തിലാഹിൽ അതിനെ മാ ഉലിയ ലഹുവിലാണ് പെരുമാറിയിട്ടുള്ളത്. പക്ഷെ തഖാത്തുബുള്ള ഇസ്തിലാഹിൽ മാ ഉലിയ ലഹു അല്ല. അതും പുറപ്പെട്ടു. സംഭാഷണം നടക്കുന്നത് ഏതൊരു ഇസ്തിലാഹിലാണോ ആ ഇസ്തിലാഹ് അല്ലാത്തതിൽ മാ ഉലിയ ലഹുവിലാണ് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ തഖാത്തുബുള്ള ഇസ്തിലാഹില് മാ ഉലിയ ലഹുലല്ല, ഗൈറു മാ ഉലിയ ലഹുലാണ്.
ഏതുപോലെ കസ്സലാത്തി സലാത്ത് പോലെ ഇദസ്തഅമലഹൽ മുഖാത്തിബ് അതിനെ ഇസ്തിമാൽ ചെയ്തു ബി ഉറുഫി ശർഇ ഷർഇന്റെ അടിസ്ഥാനത്തിലുള്ള മുഖാത്തിബ്. അപ്പോൾ അഹ്ലു ശർഅ ആണ് സംസാരിക്കുന്നത്. ആ സലാത്ത് എന്ന ലഫ്ദിനെ അഹ്ലു ശർഇന്റെ ആൾക്കാർ ഇസ്തിമാൽ ചെയ്തു ഫി ദുആഇ ഇസ്തിമാൽ ചെയ്തു. അത് മാഉലിയലഹു അല്ലാത്ത മാനയാണ്. അത് മാഉലിയലഹു അല്ലാത്ത മാനയാണ്. ഫഇന്നഹ തകൂനു മജാസൻ, അത് മജാസാകും. കാരണം ശർഇന്റെ അഹ്ലുകാരെടുക്കൽ ദുആ മാഉലിയലഹു ആയ മാന അല്ല. അപ്പോൾ അത് മജാസാകും. കാരണം എന്താ? ഇസ്തിമാലിഹ അതിനെ ഉപയോഗിച്ചതിന് വേണ്ടി ഫി ഖൈരി മാഉലിയലഹു മാഉലിയലഹു അല്ലാത്തിൽ ഉപയോഗിച്ച് ഫി ശർഇ ശർഇല്. ഇനി എന്താണ് മാഉലിയലഹു? ഏതാണ്? അൽ അർക്കാനുൽ മഖ്സൂസത്ത്, മഖ്സൂസായ റുക്നുകളാണ്. അപ്പോൾ ശർഇന്റെ അഹ്ലുകാര് സലാത്തിനെ ദുആയിൽ ഉപയോഗിച്ചു. അത് ദുആയിൽ ഉപയോഗിച്ചു അല്ലേ? അപ്പോ അത് ശർഇന്റെ അഹ്ലുകാരെടുക്കൽ വെക്കപ്പെട്ട മായനയിൽ അല്ലല്ലോ അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് അത് മജാസാകും. വെക്കപ്പെട്ട മായനേതാ? അർക്കാൻ മഖ്സൂസത്താ. വഇൻ കാനത്ത് മുസ്തഅമിലത്തൻ ഫീമാ ഉളിയത്തുൽ ഫിൽ ലുഗത്തി, ലുഗത്തനുസരിച്ച് അത് മാഉലിയലുഹൂലാണെങ്കിലും വൈകാനത്ത സലാത്ത് എന്ന ലഫ്ള് ആണെങ്കിലും മുസ്തഅമലത്തൻ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫിമാ ഉളിയത്തുലഹു ആയ മഅനയിൽ ഫിൽ ലുഗത്തിൽ മാഉലിയലുഹു ആയ മഅനയിലാണ് അതിനെ ഉപയോഗിച്ചതെങ്കിലും തഖാത്തുബ് ഉള്ള ഇസ്തിലാഹിൽ മാഉലിയലുഹു അല്ലാത്തതിലാണ് ഉപയോഗിച്ചത്. അത് മജാസാണ്. അതും പുറപ്പെട്ടു. ഹഖീഖത്തിന്റെ തൈരീഫിൽ നിന്ന് അതും പുറപ്പെട്ടു. മുഖ്തസർ 267 പേജ് 364. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി ونور قلوبنا بلوامع التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراءة. والوضع تعيين اللفظ للدلالة على معنى بنفسه. എന്ന് പറഞ്ഞാൽ ഐ വളുഉൽ ലഫ്ളി, ലഫ്ളിന്റെ വളുഉ മുത്തലക്ക് വളുഉ അല്ല. അപ്പോൾ അൽ വളുഉ എന്നതിലുള്ള വൽ വളുഉ എന്നതിലുള്ള അലിഫിലാമ് തഅരീഫിന്റെ അലിഫിലാമാണ്. അതെവിടെ? തഅരീഫിന്റെ അലിഫിലാമ് പേജ് 306 വദലാലത്തുൽ ലഫ്ളി ഇമ്മാ അലാ തമാമി മാ ഉളിയ ലഹു കദലാലത്തിൽ ഇൻസാനി അലൽ ഹയവാനി നാതിഖി ഔ അലാ ജുസിഇഹി കദലാലത്തിൽ ഇൻസാനി അലൽ ഹയവാനി അവൻ നാതിഖി ഔ അലാ ഖാരിജിൻ അൻഹു. അപ്പോൾ ലഫ്ള് അറിയിക്കൽ എന്നാ പറഞ്ഞത്. അപ്പോൾ ലഫ്ളിയായ വലഇയായ ദലാലത്തിനെ സംബന്ധിച്ചാണ് നമ്മുടെ ബഹസ്. അപ്പോൾ വൽ വളുഉ എന്ന് പറഞ്ഞാൽ ലഫ്ളിനെ വളുഇ ചെയ്യൽ എന്നാണ്. മുത്തലക്ക് വളുഇ അല്ല. ലഫ്ളിയായ വളുഇ. അപ്പോൾ ലഫ്ളിനെ വളുഇ ചെയ്യൽ എന്നാൽ എന്താണത്? അത് തഅയീനുൽ ലഫ്ളി, ലഫ്ളിനെ നിർണയിക്കലാകുന്നു. ലിദ്ദലാലത്തി അലാ മഅനൻ, ഒരു മഅനയുടെ മേൽ അറിയിക്കാൻ വേണ്ടി ലഫ്ളിനെ നിർണയിക്കലാണ്. ബിനഫ്സിഹി,
ആ ലഫ്ലിന്റെ സ്വന്തം നഫ്സ് കൊണ്ട് തന്നെ, ആ ലഫ്ല് കൊണ്ട് തന്നെ ഒരു മഅനയുടെ മേൽ അറിയിക്കലിനിക്ക് ഒരു ലഫ്ലിനെ നിർണയിക്കുക. ഇവിടെ ജമ്മുൽ ജവാമി ബന്നാനി ഉള്ള ജമ്മുൽ ജവാമി പേജ് 267-68 ഒന്നാം ജുസ്ഇൽ വൽ വളുഉ ജഅലുൽ ലഫ്ലി ദലീലൻ അലൽ മഅന എന്ന അവിടെ നിർവചനം പറഞ്ഞിട്ടുള്ളത്. വളുഇനെ ലഫ്ലിനെ മഅനയുടെ മേൽ ദലീലാക്കുക. ആ ആക്കലാണ് ഈ തഅയീൻ. ജഅലുൽ ലഫ്ലി ദലീലൻ അലൽ മഅന എന്ന് ജമ്മുൽ ജവാമിയിൽ പറഞ്ഞ തഅരീഫും തഅയീനുൽ ലഫ്ലി ലിദ്ദലാലത്തി അലാ മഅനൻ ബിനഫ്സിഹി എന്ന തഅരീഫും തമ്മിൽ ഒന്നാണ്. ആ ലഫ്ലിന്റെ നഫ്സ് കൊണ്ട് ഒരു മഅനയുടെ മേൽ അറിയിക്കലിന് ലഫ്ലിനെ നിർണയിക്കുക. അപ്പോൾ ഈ ലഫ്ൽ എന്തായി? ദലീലായി, മഅന മദ്ലൂലും ആയി. ജമ്മു 1-267-68 കാണാം. ബന്നാനി ഉള്ള ജമ്മുൽ ജവാമികൾ, അതാണ് പേജ് 267 എന്ന് പറഞ്ഞത്. അയിലി യദുല്ല ബി നഫ്സിഹി, ആ ലഫ്ലിന്റെ നഫ്സ് കൊണ്ട് അറിയിക്കാൻ വേണ്ടി. അതായത് എന്താണത്? ലാബി ഖരീനത്തിൻ തൻളമ്മു ഇലൈഹി, ആ ലഫ്ലിലേക്ക് ചേരുന്ന ഒരു കരീനത്ത് കൊണ്ടല്ല, ഒരു കരീനത്ത് മുഖാന്തരം അല്ല ഈ മഅനയുടെ മേൽ അറിയിക്കുന്നത്, ഈ ലഫ്ല് കൊണ്ട് സ്വന്തം ആണ്. എന്താണ്? ഓ മഅന ദലാലത്തി ബിനഫ്സിഹി, ലഫ്ലിന്റെ നഫ്സ് കൊണ്ട് മഅനയുടെ മേൽ അറിയിക്കുക എന്നതിന്റെ മഅന എന്താണ്? ഓ മഅന ദലാലത്തി ബിനഫ്സിഹി, ലഫ്ലിന്റെ സ്വന്തം നഫ്സ് കൊണ്ട് ഒരു മഅനയുടെ മേൽ അറിയിക്കലിന് ലഫ്ലിനെ നിർണയിക്കുക എന്ന് പറയുമ്പോൾ, ലഫ്ലിന്റെ സ്വന്തം നഫ്സ് കൊണ്ട് മഅനയുടെ മേൽ അറിയിക്കുക എന്നതിന്റെ മഅന അയ്യകൂനൽ ഇൽമു ബിത്തഅയീനി, ലഫ്ലിനെ മഅനാക്ക് നിർണയിച്ചിട്ടുണ്ട് എന്ന നിർണയം കൊണ്ട് അറിയൽ ആവലാണ്. കാഫിയൻ ഫീ ഫഹ്മിൽ മഅന, മഅനാനെ മനസ്സിലാക്കുന്നതിൽ മതിയാകുന്നതാവലാണ്. ഇന്ദ ഇത്ലാഖിൽ ലഫ്ലി, ലഫ്ലിനെ ഒരു കരീനത്തും ഇല്ലാതെ നിരുപാധികം പറയുന്ന സമയത്ത്. അപ്പൊ അസദ് ഒരു കരീനത്തുമില്ല. റഅയ്തു അസദൻ, ഞാൻ അസദിനെ കണ്ടു. അപ്പോൾ ഈ അസദിനെ ഹൈവാൻ മുഫ്തരിഖിലേക്ക് വളഇ ചെയ്ത് എന്ന് അറിയുന്ന ഒരാൾക്ക് അസദ് കൊണ്ട് തന്നെ എന്താവാൻ കഴിയും? അതിന്റെ മഅന ഹൈവാൻ മുഫ്തരിസാണെന്നറിയാൻ കഴിയും. വഹാദ, ഈ തഅരീഫ്, ഏത് വളഇ എന്ന് പറഞ്ഞാൽ തഅയീനുൽ ലഫ്ലി ലിദ്ദലാലത്തി അലാ മഅനൻ ബിനഫ്സിഹി എന്ന് പറഞ്ഞല്ലോ. ഈ തഅരീഫ് ശാമിലുൻ, അത് ഉൾക്കൊള്ളിക്കുന്നതാണ്. അതാന്ന് പറഞ്ഞാൽ വളുഉൽ ലഫ്ലിന്റെ തഅരീഫ്, മുസന്നിഫ് പറഞ്ഞ തഅരീഫ്, അത് ശാമിലുൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. ലിൽ ഹുറൂഫി, അർഫുകളെയും ഉൾക്കൊള്ളിക്കും. ഐളൻ, വീണ്ടും ഇസ്മിനെയും ഫിഇലിനെയും ശാമിലാക്കുന്നത് പോലെ ഹർഫിനെയും ശാമിലാക്കും. ഹർഫിനെയും ഒരു മഅനാക്ക് ചെയ്തിട്ടുണ്ട്. ആ വളുഉം ഈ തഅരീഫിൽ ഉൾപ്പെടും. കാരണം അന്ന, തീർച്ചയായിട്ടും നമ്മൾ നഫ്ഹമു മആനിയൽ ഹുറൂഫി, ഹർഫുകളുടെ മഅനകൾ, ഹർഫുകളുടെ മഅനകൾ എന്ന് പറഞ്ഞാൽ ഇഫ്രാദിയായ മഅന, മറ്റൊന്നിനോട് കൂടെ കൂടുമ്പോഴേ അതിന് മഅന താമാകുള്ളൂ. അപ്പോൾ മഅന, ഈ ഹർഫുകളുടെ മഅന ഇഫ്രാദിയാണ്, അതിന്റെ സ്വന്തം മഅന. ഹർഫുകളുടെ സ്വന്തം മഅനകളെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ദ ഇത്ലാഖിഹ, ആ ഹർഫുകളെ നിരുപാധികം പറയുന്ന സമയത്ത്, ഒരു കരീനത്തുമില്ലാതെ, ബഅദ ഇൽമിന
ബി ഔലാഇഹ അർഫുകളുടെ ഒലുകളെ കൊണ്ട് നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇല്ല അന്ന മആനിയഹ ആ അർഫുകളുടെ മഅനകൾ ആകും ഇല്ല എങ്കിലും അന്ന മആനിയഹ അർഫുകളുടെ മഅനകൾ ലൈസത്ത് താമത്തൻ ഫി അൻഫുസിഹ ആ മഅനകളുടെ ഫീ നഫ്സിൽ അത് താമല്ല. ഇപ്പോൾ മിന്ന ഇബ്തിദാഇന് വദഉ ചെയ്തു, അല്ലെങ്കിൽ തബീഇലിന് വദഉ ചെയ്തു. അപ്പോൾ തുടങ്ങൽ എന്ന് പറയാ. തുടങ്ങൽ എന്നുള്ളത് ഫീ നഫ്സിൽ അത് താമല്ലല്ലോ. എന്ത് തുടങ്ങൽ? എവിടുന്ന് തുടങ്ങൽ? ഫീ നഫ്സിൽ അത് താമല്ല. അപ്പോൾ അലിഫിലാമ് തൈരീഫിന്റെ അലിഫിലാമ് തൈരീഫിന് വദഉ ചെയ്തു. അലിഫിലാമിനെ തൈരീഫ് അറിയിക്കൽ. ഈ അറിയിക്കൽ എന്നുള്ളത് താമല്ല, അതൊരു ഇഫ്രാദിയായ അതിൻ്റെ അർഫുകളുടെ ഇഫ്രാദിയായ മഅനയാണ്, സ്വന്തം മഅനയാണ്. മറ്റൊന്നിനോട് കൂടുമ്പോഴേ അതിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇഫ്രാദിയായ മഅന എന്ന് പറയുന്നത്. അപ്പോൾ ഈ തഅരീഫ് അറിയിക്കൽ അത് മറ്റൊന്നിനോട് കൂടുമ്പോഴേ അത് താമാകുള്ളൂ. റജുലിനെ അറിയിക്കൽ, അപ്പോൾ അർറജുല് അറിയപ്പെട്ട റജുല്. അതുപോലെ തന്നെ ഹല്ല് ഇസ്തിഫാം അന്വേഷണം നടത്തൽ. അന്വേഷണം നടത്തൽ ഹല്ല് ഇസ്തിഫാമിനാണ്. ഇതെല്ലാം ഒരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഇവിടെ ഈ ഹല്ല് ഇസ്തിഫാമ അന്വേഷണം നടത്തൽ, എന്തിനന്വേഷണം നടത്തൽ? ഒരു കാര്യം അപ്പുറത്ത് വേണം, അതും കൂടി കൂടുമ്പോഴേ എന്താവുള്ളൂ? താമാവുള്ളൂ. ഹൽ കാമ ചെയ്തു നിന്നിട്ടുണ്ടോ? അപ്പൊ ഫീ നഫ്സിൽ അത് താമല്ല. ബൽ തഹ്താജു ഇലൽ ഗൈരി, ഗൈറിലേക്ക് അത് ആവശ്യമാകും. അതാണ്. അപ്പോൾ ഗൈറിൽ കായിമായ ഒരു മഅനയുടെ മേൽ അറിയിക്കുന്നതാണ് ഹർഫ്. നിങ്ങൾ തൈരീഫ് പറഞ്ഞ എങ്ങനെയാണ്? ഹൽ ഹർഫു മാ ദല്ല അലാ മഅനൻ ഫീ ഗൈരിഹി, ഗൈറിൽ കായിമായ ഒരു മഅനയുടെ മേൽ അറിയിക്കാം. അപ്പൊ ഈ മഅന ഉണ്ടല്ലോ, ഗൈറിൽ കായിമായ ഈ മഅന, ഈ മഅനക്ക് വദഉ ചെയ്തു എന്ന് അറിഞ്ഞാൽ, അപ്പൊ മിന്ന് ഇബ്തിദാഇനെ വദഉ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്ന ആ ആൾക്കറിയാം മിന്നിനെ കാണുമ്പോൾ അത് ഇബ്തിദാഇനാണ് അല്ലെങ്കിൽ തബീഇലിനാണ്. അങ്ങനെ മനസ്സിലാക്കാം. അല്ല് തൈരീഫ് അതിന്റെ പല രൂപത്തിലുണ്ട്. ഇസ്തിഫാമിന്റെ അർഫുകൾ ഒരുപാടുണ്ട്. അപ്പോ ഗൈറിൽ കായിമായ ആ മഅന ഉണ്ടല്ലോ, ഗൈറിൽ സാബിത്തായ മഅന, ആ ഗൈറ് പറഞ്ഞെങ്കിലേ ഈ മഅന താമാകുള്ളൂ. അപ്പോൾ ഗൈറിൽ കായിമായ ഈ മഅനയുടെ മേൽ ഈ ഹർഫ് സ്വന്തമാണ്, ബി നഫ്സിഹിയാണ് അറിയിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ബിഖിലാഫിൽ ഇസ്മി, അതെ, ബൽ തഹ്താജു ഇലൽ ഗൈരി ബിഖിലാഫിൽ ഇസ്മി വൽ ഫീലി. ഇസ്മിനും ഫീലിനും എതിര്. ഇസ്മിനും ഫീലും, ഇപ്പൊ ഹജർ എന്ന ഇസ്മ, അതിനെ ഒരു മഅനാക്ക് വദഉ ചെയ്തത് അത് ഗൈറിലേക്ക് ആവശ്യമില്ല. ഫീ നഫ്സിൽ ആ മഅന താമാണ്. കല്ല് എന്ന മഅന. അങ്ങനെ ഓരോന്നും ഫീലുകളും അങ്ങനെ തന്നെ. നഅം, പക്ഷേ ലാ യകൂനു ഹാദാ, ഈ തൈരീഫാകൂല, ഷാമിലൻ ഉൾക്കൊള്ളിക്കുന്നതാകൂല. എന്തിനെ? ലി വദഇൽ ഹുറൂഫി, അർഫുകളെ അതിന്റെ മഅനാക്ക് വദഇ ചെയ്ത ആ വദഇനെ ഇത് ഉൾക്കൊള്ളിക്കുന്നതല്ല. ആരുടെ അടുക്കൽ? ഇന്ദമൻ, ചിലരുടെ അടുക്കൽ അത് ഷാമിലല്ല. അപ്പോൾ മുസന്നിഫ് പറഞ്ഞ ഈ വദഇന്റെ തൈരീഫ് അർഫുകളുടെ വദഇനെ ഷാമിലാക്കുമോ ഷാമിലാക്കുകയില്ലേ? രണ്ടഭിപ്രായമാണ്. ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൽ ഷാമിലാക്കും. അർഫുകളെ നിരുപാധികം പറയുന്ന സമയത്ത് ഓരോ അർഫുകളുടെയും വദഇകളെ മനസ്സിലാക്കിയ ഒരാൾക്ക് അർഫുകളെ പറയുന്ന സമയത്ത് അതിന്റെ മഅന ഇന്നതാണ്, മിന്ന ഇബ്തിദാഇനാണ്, അല്ലെങ്കിൽ തബീഇലിനാണ്, ഹർല് തൈരീഫിന്റെ അർഫിനാണ്. തൈരീഫിന്റെ അർഫ് തന്നെ പല രൂപത്തിലുണ്ട്. ഹൽ ഇസ്തിഫാമിനാണ് എന്ന് അവനിക്കറിയാം. പക്ഷേ ആ മഅന താമല്ല, മറ്റൊന്നിലേക്ക് ആവശ്യമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കൗലനുസരിച്ച് അർഫിന്റെ വദഇനെയും ഷാമിലാക്കലുണ്ട്.
ഞാൻ പക്ഷേ ലായക്കൂനുഹാദായി തൈരീഫാവൂല ഷാമിലല്ലി വലഇൽ ഹുറൂഫി അർഫുകളുടെ വലഇനെ ഷാമിലാക്കുന്നതാകൂല ഇന്ദമൻ ചിലരുടെ അടുക്കൽ യജഅലു ആ ചിലരാക്കും മഅനാ ഖൗലിഹിം നഹ്വീങ്ങളുടെ കൗലിന്റെ മഅനയെ അവരാക്കും. എന്താണ് അവരുടെ കൗല്? അൽ ഹർഫു മാ ദല്ല അലാ മഅനൻ ഫീ ഗൈരിഹി എന്ന കൗലിന്റെ മഅനയെ അവരാക്കും. എന്താക്കും? എന്താണ് അവരാക്കുക? ഇന്നഹു ആ ഹർഫ് മശ്റൂത്തുൻ ഫീ ദലാലത്തിഹി ഹർഫ് അറിയിക്കുന്നതിൽ ഷർത്താക്കപ്പെട്ടതാണ്. അലാ മഅനാഹുൽ ഇഫ്രാദിയ്യി അതിന്റെ ഇഫ്രാദിയായ മഅനയുടെ മേൽ ഹർഫ് അറിയിക്കുന്നതിൽ ഷർത്താക്കപ്പെട്ടതാണ്. എന്ത് ഷർത്താക്കപ്പെട്ടതാണ്? ദിക്റു മുതഅല്ലിഖിഹി അതിന്റെ മുതഅല്ലിഖിനെ പറയൽ ഷർത്താക്കപ്പെട്ടതാണ് എന്നാക്കും. അല്ലർഫു മാദല്ല അലാ മഅനം ഫീ ഗൈരിഹിന്റെ മഅന. അപ്പൊ ഫീ ഗൈരിഹി എന്ന് പറഞ്ഞാൽ ആ ഹർഫല്ലാത്തതിന്റെ കാരണം കൊണ്ട് ഒരു മഅനയുടെ മേൽ അറിയിക്കുന്ന. അപ്പോൾ ഗൈറ് ഹർഫിന് മഅന താമാവനെങ്കിലോ ആ ഗൈറ് വേണം. ആ ഗൈറ് സബബാണ് എന്നാണ് ഇവരുടെ അടുക്കൽ, ഈ രണ്ടാം കൗലുകളുടെ അടുക്കൽ. ഫീ ഗൈരിഹി ഫീ സബബിയായ ഫീ ആക്കും. അപ്പോൾ ആ ഹർഫല്ലാത്തതിന്റെ കാരണത്താൽ ഒരു മഅനയുടെ മേൽ അറിയിക്കുന്ന. അപ്പോൾ ഹർഫല്ലാത്തത് സബബാണ് ഈ മഅനയുടെ മേൽ അറിയിക്കണമെങ്കിൽ അങ്ങനെ വെക്കുമ്പോൾ തഈനുൽ ലഫ്ളി ലിദ്ദലാലത്തി അലാ മഅനം ബിനഫ്സിഹി എന്ന കൈതുകൊണ്ട് അർഫിന്റെ വലഇനെ ഇത് ഷാമിലാക്കൂല. കാരണം മിന്ന് അത് ബിനഫ്സിഹി മഅനയുടെ മേൽ അറിയിക്കുന്നില്ല. വൈറ് സബബാണ്, വൈറിന്റെ കാരണം കൊണ്ടാണ് അറിയിക്കുന്നത്. അപ്പോൾ വൈറും കൂട്ടത്തിൽ ഉണ്ടാകുമ്പോഴേ ഈ മഅനയുടെ മേൽ അറിയിക്കുകയുള്ളൂ. ഉദാഹരണം അവര് പറഞ്ഞതിന്റെ അർത്ഥം സിറുത്തുമിനൽ ബസുറത്തിലൽ കൂഫത്തി ഈ മിന്ന് ഇബ്തിദാഇയായ മിന്നാണ് എന്ന് അറിയിക്കുന്നത് സിറുത്തുമിനൽ ബസുറത്തിലൽ കൂഫത്തി അല്ലെ. ആ സൈറും ബസറയും പറയണം, അതാണ് മുത്തഅല്ലിഖ്. ഈ മിന്നിന്റെ മുത്തഅല്ലിഖ് അതാണ്. അപ്പോഴേ ഇത് ഇബ്തിദാഇന്റെ മേൽ അറിയിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ വാദം. അതായത് അൽ ഹർഫു മാ ദല്ല അലാ മഅനം ഫീ ഗൈരിഹി എന്ന് ഹർഫിന്റെ തൈരീഫാണ്. ഇവിടെ ദസൂഖി 4:11 കാണാം കേട്ടോ. ഖൗലുഹു ഇന്ദമൻ യജ്അലു ഐ വഹുവ ഇബ്നുൽ ഹാജിബാണ്. വഹാസിലു ദാലിക അന്ന ഇബ്നുൽ ഹാജിബി ജഅല ഫീ ലിസബബിയത്തി അൽ ഹർഫു മാ ദല്ല അലാ മഅനം ഫീ ഗൈരിഹി എന്നതിനെ ഫീ സബബിയത്തിനാക്കി. ഫീ കൗലിഹിം അവരുടെ കൗലിലുള്ള ഫീ ഏത് അൽ ഹർഫു കലിമത്തുൻ ദല്ലത്ത് അലാ മഅനം ഫീ ഗൈരിഹ. അത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞതാണ് ഹർഫിന്റെ തൈരീഫ്. അൽ ഹർഫു മാ ദല്ല അലാ മഅനം ഫീ ഗൈരിഹി എന്ന് പറഞ്ഞതും അൽ ഹർഫു കലിമത്തുൻ ദല്ലത്ത് അലാ മഅനം ഫീ ഗൈരിഹ എന്ന് പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ്. ഐ ബി സബബി ഗൈരിഹ ഫീ ഗൈരിഹ എന്ന് പറഞ്ഞാൽ ഐ ബി സബബി ഗൈരിഹ ആ കലിമത്ത് അതായത് ഹർഫല്ലാത്തതിന്റെ കാരണം കൊണ്ട്. വഹുവൽ മുത്തഅല്ലിഖു അത് ഏതാണ്? ആ ഗൈറു മുത്തഅല്ലിഖാണ്. ഫഇൻദഹു അപ്പോൾ ഇബ്നു ഹാജിബിന്റെ അടുക്കൽ ദലാലത്തുൽ ഹർഫി ഹർഫ് അറിയിക്കൽ അലാ മഅനാഹു അതിന്റെ മഅനാന്റെ മേൽ അറിയിക്കൽ മശ്റൂത്തുൻ ഫീഹ അതിൽ ഷർത്താക്കപ്പെട്ടതാണ്. ദിക്റു മുത്തഅല്ലിഖിഹി മുത്തഅല്ലിഖിനെ പറയൽ. വഹീനൈദിൻ ഫലാ യകൂനുൽ ഇൽമു ബിതഅയീനിൽ ഹർഫി ഹർഫിന്റെ തഅയീൻ കൊണ്ടുള്ള ഇൽമ ആകൂല. ഈ മഅനാഹു അതിന്റെ മഅനാക്ക് തഅയീനാക്കൽ കൊണ്ടുള്ള ഇൽമുണ്ടല്ലോ, ആ ഇൽമു കാഫി അല്ല. ആ തഅയീൻ കൊണ്ടുള്ള ഇൽമു അല്ല, എന്തല്ല കാഫി അല്ല. ആദ്യം കാഫി ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ വാദാ ഷാമിലുൽ അർഫി അയ്ദല്ലി അന്ന അതിന്റെ മുമ്പ് പറഞ്ഞു മഅനദ്ദലാലത്തി ബിനഫ്സിഹി കൊണ്ട് അറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അയ്യക്കൂനൽ ഇൽമു ബിത്തഈനി കാഫിയം ഫീ ഫഹ്മിൽ മഅന ഇൻദ ഇത്ലാഖിൽ ലഫ്ദീന. അപ്പോൾ ഇബ്നു ഹാജിബ് തങ്ങളുടെ അഭിപ്രായത്തിൽ
മുത്തഅല്ലിക്കിനെ പറയൽ ഷർത്താകുമ്പോൾ അർഫിനെ അതിന്റെ മഅനാക്ക് നിർണയമാക്കൽ കൊണ്ടുള്ള ഇൽമെന്ത് പോരാ, കാഫിയല്ല. ഫി ഫഹ്മി മഅനാഹു മിന്നു, അർഫിൽ നിന്ന് അർഫിന്റെ മഅനയെ മനസ്സിലാക്കുന്നതിൽ. വല്ലാ ബുദ്ദ മിൻ ദിക്രിൽ മുത്തഅല്ലിക്കി ഫലാ ഹാദൽ ഖൗലി, ഈ ഖൗലനുസരിച്ച് ലാ യകൂനു തഅരീഫുൽ വളഇ, വളഇന്റെ തഅരീഫാവൂല അല്ലദീ ദക്കറഹുൽ മുസന്നിഫു പറഞ്ഞ വളഇന്റെ തഅരീഫ് ആവൂല ശാമിലൻ ലിവളഇൽ ഹർഫി. വൽ ഹാസിൽ പറയാണ് സൂഖി 4:11 അന്നൽ അർഫ ഫീഹി മദ്ഹബാനി, ഹർഫിന് 2 മദ്ഹബുണ്ട്. അഹദുമാ അന്നഹു യദുല്ലു ബിനഫ്സിഹി, അർഫിന്റെ സ്വന്തം നഫ്സ് കൊണ്ട് മാനാനമിൽ അറിയിക്കും. അസാനി അന്നഹു ലാ യദുല്ലു ഇല്ലാ ബി ലമീമത്തി ഗൈരിഹി, ഗൈർ അതിലേക്ക് ചേരൽ കൊണ്ടല്ലാതെ അറിയിക്കൂല. ഫഅലൽ അവ്വലി, അവ്വൽ പ്രകാരം യകൂനു തഅരീഫുൽ മുസന്നിഫിന്റെ തഅരീഫാകും ലിൽ വളഇ, വളഇന് പറഞ്ഞ തഅരീഫ് ഷാമിലൻ ലി വളഇൽ ഹർഫി, ഹർഫിന്റെ വളഇനെ ഷാമിലാക്കുന്നതാവും. ലാ അല സാനി, രണ്ടാം കൗല് പ്രകാരം ഷാമിലാക്കൂല. മൻസഉ ഹാദൽ ഖിലാഫി ഖൗലുൻ നുഹാത്തി, ഈ ഖിലാഫിന്റെ മൻസഉ നഹ്വിങ്ങളുടെ കൗലാണ്. എന്താ കൗല്? അൽ അർഫു മാ ദല്ലല മഅനം ഫീ ഗൈരിഹി എന്ന കൗലാണ്. ഫഖാല റളിയു, അല്ലാമ റളിയു തങ്ങൾ പറഞ്ഞു, ഇന്ന ഫീ ലിൽ ളിർഫിയത്തി, ഫീ ഗൈരിഹി എന്ന ഫീ ളിർഫിയത്തിനിക്കാണ്. അന്നൽ മഅന, മഅനയാവുന്നത് മാ, അർഫ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ദല്ല അത് അറിയിച്ചു, ബി നഫ്സിഹി സ്വന്തം നഫ്സ് കൊണ്ട് തന്നെ, അലാ മഅനൻ ഖായിമിൻ ബി ഗൈരിഹ, ഗൈറുൽ ഖായിമായൊരു മഅനയുടെ മേൽ അറിയിച്ചു. ഗൈറുൽ ഖായിമായൊരു മഅന, അപ്പൊ ആ മഅനയുടെ മേൽ അറിയിക്കുന്നുണ്ട്. ഫൽ അർഫു ദാലുൻ അലൽ മഅന ബി നഫ്സിഹി ഇജ്മാലൻ, മുജ്മലായിട്ട് ബി നഫ്സിഹി ഒരു മഅനയുടെ മേൽ അറിയിക്കും. മിന്നി ബിത്തിദായിനാണെന്ന് പറയും പോലെ. വലാകിൻ ദാലിക്കൽ മഅന അല്ലദീ ദല്ല അലൈഹിൽ അർഫു, അർഫ് അറിയിച്ച മഅന ആകൂല, ലാ യതിമു പൂർണ്ണമാകൂല, വലാ യതഅയ്യനു അത് മുഅയ്യനുമാകൂല, ഇല്ലാ ബിദിക്രിൽ മുത്തഅല്ലിക്കിനെ പറയലുകൊണ്ടല്ലാതെ. കാനലി ഖിയാമിഹി ബിഹി, ആ മുത്തഅല്ലിക്കിൽ ഈ ഹർഫ്, ഈ മഅന കേട്ടോ, ഈ മഅന കായിമായതിന് വേണ്ടി ബിഹി ആ മുത്തഅല്ലിക്കിൽ. വകാന ഇബ്നുൽ ഹാജിബി ഇന്ന ഫീ സബബിയ്യത്തുൻ ഫീ ഗൈരിഹാ ലഫീ സബബിയാണ്. അന്നൽ മഅന, മഅനയാവുന്നത് മാ, അർഫ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ദല്ലാല മഅനൻ ഒരു മഅനാനെ മേൽ അറിയിച്ചു, ബി സബബി ഗൈരി, ഗൈറിന്റെ കാരണം കൊണ്ടുള്ള. ഫഹുവ ലാ യദുല്ലു അലൽ മഅന ബിദാത്തി, അപ്പോൾ അർഫ് ദാത്ത് കൊണ്ട് മഅനാനെ മേൽ അറിയിക്കൂല. ബൽ ഹത്താ യുദുക്കറ മുത്തഅല്ലിഖുന പറയപ്പെടുന്നത് വരെ. ഫമിൻ മസലൻ, മിന്നൊരു ഉദാഹരണം പറയാണ്. യുഫ്ഹമു മിന്നൽ ഇബ്തിദാഉ, അതിൽ നിന്ന് ഇബ്തിദായിനെ അറിയപ്പെടും. വലാകിൻ ലാ യഅലമു തഅയ്യുനുഹു, അതിന്റെ തഅയ്യുനിനെ അറിയപ്പെടൂല, ഇല്ലാ ബി ദിക്രി സൈരി വൽ ബസറത്തി മസലൻ, സൈറും ബസറത്തും പറയലുകൊണ്ടല്ലാതെ. സിറുത്തു മിനൽ ബസറത്തി എന്ന് പറഞ്ഞില്ല. മസലൻ അതൊരു ഉദാഹരണം. അല്ലൽ അവ്വല് പ്രകാരം എന്താണ് ഇബ്തിദായിന്റെ മേൽ അറിയിക്കും. അലസാനി, സാനി പ്രകാരം അദ്ദാലു അലൽ ഇബ്തിദായിന്റെ മേൽ അറിയിക്കുന്നത് മിന്ന് തന്നെയാണ്, പക്ഷെ ബി ഷർത്തി ദിക്രി സൈരി വൽ ബസറത്തി, സൈറിനെയും ബസറത്തിനും പറയലെന്ന ഷർത്തോടു കൂടെ. അപ്പൊ ആ ഷർത്ത് ഉണ്ടെങ്കിൽ ഈ ഇബ്തിദായിന്റെ മേൽ അറിയിക്കുള്ളൂ എന്നായി. ഇബ്തിദായിന്റെ മേൽ അറിയിക്കുന്നത് മിന്നാണ്, പക്ഷെ ആ മിന്ന് അറിയിക്കണമെങ്കിൽ ഒരു ഷർത്ത് വേണം എന്നാ. ഷർത്ത് ഉണ്ടാകുമ്പോൾ മിന്ന് ബി നഫ്സിഹി എന്താകുന്നില്ല, ഇബ്തിദായിന്റെ മേൽ അറിയിക്കുന്നില്ല. അത് 2 കൗലനുസരിച്ചും നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ മിന്ന് ഇബ്തിദായിനാണ്, അത് ഇബ്തിദായിന്റെ മേൽ മിന്ന് അറിയിക്കുന്നുണ്ട് 2 കൗല പ്രകാരം. ഒന്നാം കൗലനുസരിച്ച് ബി നഫ്സിഹി ആണ് ഇബ്തിദായിന്റെ മേൽ അറിയിക്കുന്നത്, രണ്ടാം കൗലനുസരിച്ച് ബി നഫ്സിഹി അല്ല, ഗൈർ ഷർത്താണ്. അതാണ് പറഞ്ഞത്. പിന്നെ അപ്പോ ലാ യകൂന ഹാദാ, ഈ തൈരീഫാവൂല ഷാമില ഉൾക്കൊള്ളിക്കുന്നതാവൂല ലിൽ അർഫി, അർഫിന്റെ ഓലയിനെ ഇന്ദമൻ ചിലരുടെ അടുക്കൽ യജൂല ചിലരാക്കും, മഅനാ കൗലിഹിം അവരുടെ കൗലിന്റെ മഅനാനെ, നഹ്വിങ്ങളുടെ കൗല് അൽ അർഫു മാ ദല്ലല മഅനം ഫീ ഗൈരിഹി എന്ന കൗലിന്റെ മഅനയെ അവരാക്കും. അന്നഹു അർഫു മശ്റൂത്തുൻ, അർഫു മശ്റൂത്തുൻ ഷർത്താക്കപ്പെട്ടതാണ്, ഫീ ദലാലത്തിഹി അലാ മഅനാഹുൽ ഇഫ്റാദി, അതിന്റെ ഇഫ്റാദിയായ മഅനാനെ മേൽ അറിയിക്കുന്നതിൽ, അതിന്റെ സ്വന്തം മഅന എന്നർത്ഥം. കാരണം ആ മഅന താമാവൂല, താമല്ലാത്ത മഅനാക്കാണ് ഇഫ്റാദിയായ മഅന എന്ന് പറയുന്നത് കേട്ടോ. മഅനാനെ മേൽ അറിയിക്കുന്നതിൽ ഷർത്താക്കപ്പെട്ടാണ് ദിക്റു മുത്തഅല്ലിഖിഹി, മുത്തഅല്ലിഖിനെ പറയൽ. അവരുടെ അടുക്കൽ മുസന്നിഫ് പറഞ്ഞ തഅരീഫ് ബി നഫ്സിഹി എന്താകണില്ല,
അറിയിക്കുന്നില്ല, അതുകൊണ്ട് മാനാനവിൽ അറിയിക്കുന്നില്ല, അതുകൊണ്ട് ഹർഫിന്റെ വകയിനെ ഷാമിലാക്കൂല എന്ന്. പിന്നെ ഫഖറജൽ മജാസു, അപ്പൊ മജാസ് പുറപ്പെട്ടു. അൻ അയ്യക്കൂന, അത് ആവലിനെയും വിട്ട് പുറപ്പെട്ടു. മൗലു അൻ, അത് മൗലു ആവലിനെയും വിട്ട് പുറപ്പെട്ടു. ബിൻ നിസ്ബത്തില മഅനാഹുൽ മജാസി, മജാസിയ മഅനിലേക്ക് ചേർത്ത് നോക്കലുണ്ട്. ഹഖീഖ മഅനിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ എന്താണ്? അത് പുറപ്പെട്ടിട്ടില്ല, അത് ഹഖീഖത്താകും കേട്ടോ. മജാസിയ മഅനിലേക്ക് ചേർത്ത് നോക്കലുണ്ട്, മജാസ് പുറപ്പെട്ടു. ഉദാഹരണം അസദ്. ഈ അസദ് എന്ന് പറഞ്ഞത് ഹൈവാൻ മുഫ്തരിസ് അല്ലാത്ത റജുലു സുജായിന് ഉപയോഗിക്കുമ്പോൾ അപ്പോഴാണ് മജാസാകുന്നത്. ആ റജുലു സുജായിന്റെ മേൽ അസദ് അറിയിക്കൽ ബി നഫ്സിഹി അല്ല, പിന്നെന്താണ്? ഒരു കരീനത്ത് അതിന്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ ബി നഫ്സിഹി അറിയിക്കണം, അതാണ് വലഅ്. അപ്പൊ വലഇന്റെ തരീഫിൽ അത് ആര് പെടുന്നില്ല? മജാസ് ഉൾപ്പെട്ടിട്ടില്ല, അത് പുറപ്പെട്ടു പറയുന്നു. ലിഅന്ന ദലാലത്തുഹു, ആ മജാസ് അറിയിക്കൽ, അലാ ദാലിക്കൽ മഅന, മജാസിയായ മഅനയുടെ മേൽ അറിയിക്കൽ. ഉദാഹരണം അസദ് എന്നുള്ളത് റജുലു ശുജാഇന്റെ മേൽ അറിയിക്കൽ. ഇന്നമാ തുകൂനു, ആ ദലാലത്താകുന്നതാണ് ഇത് കരീനത്ത് കൊണ്ടാകുന്നതാണ്. കരീനത്തുണ്ടെങ്കിലേ ഉള്ളൂ അസദ് റജുലു ശുജാഇന്റെ മേൽ അറിയിക്കുള്ളൂ. അപ്പൊ ബി നഫ്സിഹി റജുലു ശുജാഇന്റെ മേൽ അറിയിക്കുന്നില്ല. ബി നഫ്സിഹി അറിയിക്കുന്നത് ഹൈവാൻ മുഫ്തരിസിന്റെ മേലിലാണ്, റജുലു ശുജാഇന്റെ മേലിലല്ല. അപ്പൊ റജുലു ശുജാഇന്റെ മേൽ അറിയിക്കൽ കരീനത്ത് കൊണ്ടാണ്. ബിലാ ബി നഫ്സിഹി, ആ ലഫ്ദിന്റെ സ്വന്തം നഫ്സ് കൊണ്ടല്ല. ദൂനൽ മുഷ്തറക്ക്, മുഷ്തറക്കിനെ കൂടാതെയായ നിലയിൽ. അപ്പൊ മുഷ്തറക്ക് പുറപ്പെട്ടിട്ടില്ല. മുഷ്തറക്ക് എന്താണെന്ന് മന്ദിക്കിന്റെ കിതാബുകളിലും ഉസൂലിന്റെ കിതാബുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹഖീഖിയായ മാന, ഒന്നിലധികമുള്ള ലഫ്ദ്, അതാണ് മുസ്തറക്ക്. ആ മുസ്തറക്ക് പുറപ്പെട്ടിട്ടില്ല. ഫഇന്നഹു ലം യഖ്റുജ്, മുസ്തറക്ക് പുറപ്പെട്ടിട്ടില്ല. ലിഅന്നഹു, തീർച്ചയായിട്ടും മുസ്തറക്കാകുന്നത് ഖദുഇന, ആ മുസ്തറക്കിനെ തഅയീനാക്കപ്പെട്ടിട്ടുണ്ട്. ലിദലാലത്തി, മുസ്തറക്കിന് എന്തായിട്ടുണ്ട്? തഅയീനാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലിദലാലത്തി അലാ കുല്ലി മിനൽ മഅനയൈനി, രണ്ട് മഅനയിൽ നിന്ന് ഓരോന്നിന്റെ മേലിലും അറിയിക്കാൻ വേണ്ടി അതിനെ തഅയീനാക്കപ്പെട്ടിട്ടുണ്ട്. ബി നഫ്സിഹി, ആ മുസ്തറക്കിന്റെ സ്വന്തം നഫ്സ് കൊണ്ട് അറിയിക്കാൻ വേണ്ടി തഅയീനാക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാരണത്തിന് വേണ്ടി മുസ്തറക്ക് പുറപ്പെട്ടിട്ടില്ല. കേട്ടോ. രണ്ട് മാന എന്നുള്ളത് മിനിമം പറഞ്ഞതാണ്. ഇത് രണ്ടിൽ കൂടുതൽ മാനകളും ആവാം. അപ്പോൾ പിന്നെ ഒരു മുസ്തറക്കിനെ ഉപയോഗിച്ചു, അതിന് ഹഖീഖിയായ മാന ഒന്നിലധികം ഉണ്ടെങ്കിൽ ഏത് മാനാക്കാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന് അറിയുന്നില്ലല്ലോ. ആ അറിയാതിരിക്കല്. അദമു ഫഹ്മി അഹദിൽ മഅനയൈനി, രണ്ട് മാനയിൽ നിന്ന് ഒന്നിനെ അറിയാതിരിക്കല്, ഇസ്തിബാൽ ചെയ്തോടത്ത് അറിയാതിരിക്കല്. ബിത്തഈനി, മുഅയ്യനായ നിലക്ക് അറിയാതിരിക്കല്. എന്തുകൊണ്ടാണ് അറിയാതിരുന്നത്? ആരിദിൽ ഇഷ്തിറാക്കി, ഇഷ്തിറാക്കെന്ന ആരിദിന് വേണ്ടി മുഅയ്യനായ തഈനായ നിലക്ക് രണ്ട് മാനയിൽ നിന്ന് ഒന്നിനെ അറിയാതിരിക്കൽ ലാ യുനാഫി, ആ അദമുൽ ഫഹ്മ അറിയാതിരിക്കൽ എതിരല്ല. ദാലിക്ക, ഏതിനോടെതിരല്ല? രണ്ട് മാനയിൽ നിന്ന് ഓരോന്നിന്റെ മേലിലും ബിനഫ്സിഹി അറിയിക്കാൻ വേണ്ടി നിർണയിച്ചിട്ടുണ്ട് എന്നതിനോട് എതിരല്ല. അത് ഇസ്തിറാക്കുന്ന ആരിത് കൊണ്ട് വന്നതാണ്. അതിന് വേറെ കരീനത്ത് വേണം. പക്ഷെ ഓരോ മഅനാക്കും നിശ്ചയിച്ചത് ബിനഫ്സിഹിയാണ്. പിന്നെ ഏത് മഅനാക്കാണ് ഇവിടെ ഉപയോഗിച്ചത് എന്നുള്ളതിന് മറ്റൊരു കരീനത്ത് വേണം എന്ന് ചുരുക്കം. ഫൽ ഖറു, അപ്പോൾ ഖറു മസലൻ, ഖറു എന്നുള്ളൊരു ഉദാഹരണം.
ഉയ്യിന മർറത്തൻ ഒരിക്കൽ അതിനെ തഈനാക്കപ്പെട്ടു ലിദ്ദലാലത്തി അല തുഹുരി തുഹുരിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി ബിനഫ്സിഹി ആ ഖർഇന്റെ സ്വന്തം നഫ്സ് കൊണ്ട് തന്നെ കരീനത്വമൊന്നും ഇല്ലാതെ തന്നെ തുഹുറിന്റെ മേൽ അറിയിക്കും. ഓ മർറത്തൻ ഉഖ്റ മറ്റൊരവസരത്തിൽ അതിനെ തഈനാക്കപ്പെട്ടു ലിദ്ദലാലത്തി അലൽ ഹൈലി മറ്റൊരു ആണത് ഹൈലിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി ബിനഫ്സിഹി ആ ഖർഇന്റെ സ്വന്തം നഫ്സ് കൊണ്ട് തന്നെ. അപ്പോൾ ഖർഇ എന്ന് പറഞ്ഞാൽ അത് തുഹുറിന്റെ മേലിലും അറിയിക്കാൻ ഉളി ചെയ്തിട്ടുണ്ട് ബിനഫ്സിഹി ആയിട്ട്, ഹൈലിന്റെ മേൽ അറിയിക്കാൻ വേണ്ടിയും അതിനെ ഉളി ചെയ്തിട്ടുണ്ട് ബിനഫ്സിഹി. ഖർഇ എന്ന് പറഞ്ഞാൽ അത് ഹൈലാണോ തുഹുറാണോ എന്നതിന് മറ്റൊരു കരീനത്ത് വേണം. ഫയഖൂലു മൗലൂഅൻ അപ്പോൾ അത് മൗലൂ ആകും. ഒരു മാനാക്ക് ബിനഫ്സിഹി ഉളി ചെയ്യപ്പെട്ടതാകും. വഫീ കസീരിൻ മിനൻ നുസഖി നുസ്ഖകളിൽ നിന്ന് അധികരിച്ചതിലുമുണ്ട് ബദല കൗലിഹി ദൂനൽ മുസ്തറക്കി ദൂനൽ മുസ്തറക്ക് എന്ന കൗലിന് പകരമായിട്ട് ദൂനൽ കിനായത്തെ കിനായത്തിനെ കൂടാതെ. അപ്പൊ ദൂനൽ മുസ്തറക്ക് എന്നുള്ളോർത്ത് ചില നുസ്ഖകളിൽ അധികം നുസ്ഖകളിലും ദൂനൽ കിനായത്തെ കിനായത്തിനെ കൂടാതെ കിനായത്ത് പുറപ്പെട്ടിട്ടില്ല. ഹുവ സഹ്വുൻ ആ ദൂനൽ കിനായത്ത് എന്ന കൗല് അത് സഹുവാണ്. അത് നാസിഖിൽ നിന്നുള്ള സഹുവോ അല്ലെങ്കിൽ മുസന്നിഫിൽ നിന്നുള്ള സഹുവോ ആണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് സഹുവായി അതാ പറയുന്നത്. അന്നഹു ഇന്നുരീദ അപ്പോൾ സഹുവാകുമ്പോൾ ദൂനൽ കിനായത്തി ശരിയാണ് എന്ന അഭിപ്രായത്തിൽ കിനായത്ത് പുറപ്പെട്ടിട്ടില്ല എന്നാണല്ലോ. മജാസ് പുറപ്പെട്ടു കിനായത്ത് പുറപ്പെട്ടിട്ടില്ല എന്നാവും. അത് ശരിയാണ് എന്ന നിലക്കാവുമ്പോൾ കാരണം അത് ശരിയാണ് എന്ന സങ്കല്പത്തിൽ അതാ പറയുന്നത്. അന്നഹു തീർച്ചയായിട്ടും കാര്യം ഇന്നുരീദ ഉദ്ദേശിക്കപ്പെട്ടാൽ അന്നൽ കിനായത്ത് ബിൻ നിസ്ബത്തില മഅനാഹൽ അസ്ലിയി ആ കിനായത്തിന്റെ അസ്ലിയായ മഅനയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മൗലൂഅത്തൻ അത് ഉളഇ ചെയ്യപ്പെട്ടതാണ് എന്നാണ് അവിടെ ഉദ്ദേശമെങ്കിൽ അപ്പൊ ദൂനൽ കിനായത്ത് പുറപ്പെട്ടിട്ടില്ല. കാരണം അതൊരു മഅനാക്ക് ബിനഫ്സിഹി ഉളഇ ചെയ്തിട്ടുണ്ട് എന്നാണ് വാദമെങ്കിൽ ആ മഅന അസ്ലിയായ മഅനയാണോ ഫഖദൽ മജാസു അപ്പോൾ മജാസും അങ്ങനെ തന്നെയാണല്ലോ. മജാസിന്റെ അസ്ലിയായ മഅനാക്ക് ഉളഇ ചെയ്തിട്ടുണ്ടല്ലോ. അത് മജാസും എന്താണ് മൗലൂഅത്താവും. അപ്പൊ പിന്നെ മജാസ് പുറപ്പെട്ടു കിനായത്ത് പുറപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ലറൂറത്ത അന്നൽ അസദ ഫീ കൗലിന നമ്മുടെ കൗലുള്ള അസദാകുന്നത് ലറൂറത്ത അന്നൽ അസദ ഫീ കൗലിന നമ്മുടെ കൗലിലുള്ള അസദ് റഅയ്തു അസദ യർമി എന്ന നമ്മുടെ കൗലിലുള്ള അസദ് മൗലൂഉൻ ലിൽ ഹയവാനിൽ മുഫ്തരിസി ഹയവാനിൽ മുഫ്തരിസിന് മൗലൂ ചെയ്യപ്പെട്ടതാണ് എന്ന കാര്യം ലറൂറത്തായതിനു വേണ്ടി അസ്ലിയാമാന ആണല്ലത്. അപ്പൊ കിനായത്ത് പുറപ്പെടാതിരിക്കാനുള്ള കാരണം അസ്ലിയാമാനയിലേക്ക് ചേർത്ത് നോക്കിയിട്ടത് മൗലൂഅത്താണോ, എന്നാൽ മജാസും അസ്ലിയാമാനയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് മൗലൂഅത്താണ്. അപ്പൊ പിന്നെ മജാസ് പുറപ്പെട്ടു കിനായത്ത് പുറപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. വഇല്ലം യുസ്തഅമൽ ഫീഹി ആ ഹൈവാൻ മുഫ്തരിസിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അസദിനെ ഇവിടെ റഅയ്തു അസദ യർമി എന്നുള്ള റജുലു ശുജായിലാണ് മജാസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് മജാസാണല്ലോ. അപ്പോൾ പിന്നെ ഹൈവാനിൽ മുഫ്തരിസിൽ അവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഹൈവാൻ മുഫ്തരിസിന് അതിനെ ഉളഇ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അസ്ലിയ മാനയിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് കിനായത്ത് പുറപ്പെടാത്തത് എങ്കിൽ മജാസ് എന്തുണ്ട് അസ്ലിയ മാനക്ക് ഉളഇ ചെയ്തതാണ്. അപ്പോൾ മജാസ് പുറപ്പെട്ടു കിനായത്ത് പുറപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയാകൂല. അതുകൊണ്ടാണ് സഹ്വ് എന്ന് പറഞ്ഞത്. ഇനി വൈനുരീത ഇനി ഉദ്ദേശിക്കപ്പെട്ടാൽ കിനായത്ത് പുറപ്പെട്ടിട്ടില്ല എന്ന അത് ശരിയാണ് എന്ന കൗലനുസരിച്ച് ഉദ്ദേശിക്കപ്പെട്ടാൽ അന്നഹ കിനായത്ത് മൗലൂഅത്തുൻ അത് ഉളഇ ചെയ്യപ്പെട്ടതാണ് ബിൻ നിസ്ബത്തി ഇലൽ മഅനൽ കിനായത്തി കിനായത്തായ മഅനയിലേക്ക് ചേർത്ത് നോക്കലുകൊണ്ട് അത് മൗലൂഅത്താണ്. മജാസ് ആ മഅനയിലേക്ക് ചേർത്ത് നോക്കലുകൊണ്ട് എന്തല്ല മൗലൂഅത്തല്ല എന്നാണ് ഉദ്ദേശമെങ്കിൽ. എങ്ങനെ
വൈനുരീത അന്നഹ കിനായത്ത് മൗലൂഅത്തുൻ വലയ ചെയ്യപ്പെട്ടതാണ് ബിന്നിസ്ബത്തി ഇലൽ മഅനൽ കിനായത്തി. അസ്ലിയ മാന അല്ല, കിനായത്തിന്റെ മായനയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മൗലൂഅത്താണ്. അങ്ങനെയാണെങ്കിൽ മജാസ് എന്തല്ല, മജാസിയ മായനയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മൗലൂഅത്തല്ലല്ലോ. ഏതാ കിനായത്തായ മാന? ഐനി ലാസിമൽ മാനൽ അസ്ലി, അസ്ലിയ മാനാന്റെ ലാസിമ്. അതാണെന്ത്? കിനായ മാന. ഫസാദുഹു ലാഹിറുൻ, അതിന്റെ ഫസാദ് ലാഹിറാണ്. കാരണം അത് ബിനഫ്സിഹി ഈ കിനായ മാനാനമേൽ അറിയിക്കുന്നില്ല. ലിഅന്നഹു കാര്യം ആയതിനു വേണ്ടി ലാ യദുല്ലു അലൈഹി, ലിഅന്നഹു ലാ യുദല്ലു അലൈഹി, ആ ലാസിമുൽ മാനാനമേൽ അറിയിക്കപ്പെടുന്നില്ല. ബിനഫ്സിഹി ലഫ്ലിന്റെ സ്വന്തം നഫ്സ് കൊണ്ട്. ബൽ ബി വാസിത്തത്തിൽ കരീനത്തി, കരീനത്തെ വാക്കിന്റെ വാസിത്ത കൊണ്ടാണ് അവിടെ അറിയിക്കുന്നത്. പക്ഷെ മാനിയത്ത കരീനത്ത് അല്ല എന്ന് മാത്രം. ഇനി ലായുക്കാലു പറയപ്പെടൂല, മിണ്ടാൻ പാടില്ല. എന്ത്? മഅന കൗലിഹി ബിനഫ്സിഹി, ബിനഫ്സിഹി എന്ന കൗലിന്റെ മഅന എവിടെ പറഞ്ഞ? ബിനഫ്സിഹി തഈനുൽ ലഫ്ളി ലിദലാലത്തി അലാ മഅനൻ ബിനഫ്സിഹി എന്ന് തൈരീഫിൽ പറഞ്ഞല്ലോ. ആ ബിനഫ്സിഹിന്റെ മഅന ഐ മിൻ ഗൈരി കരീനത്തി മാനിയത്തിൻ അന്നിറാദത്തിൽ മൗലൂഇ ലഹു, മൗലൂഇ ലഹുവിന് ഉദ്ദേശിക്കലിനൊത്തൊട്ട് വിലങ്ങുന്ന കരീനത്തില്ല എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ എന്താ? അങ്ങനെ പറയുന്നത് ആരാണ്? ദൂനൽ കിനായത്തിന് ശരിയാണ് എന്ന അഭിപ്രായക്കാര് അങ്ങനെ മാന വെച്ചാൽ. ഏത്? ബിനഫ്സിഹി എന്ന് പറഞ്ഞെന്താ? മൗലൂലുഹായ മാനാന ഉദ്ദേശിക്കലിനൊത്തിട്ട് വിലങ്ങുന്ന കരീനത്തില്ല. അപ്പൊ കിനായത്ത് പുറപ്പെടൂല. കാരണം എന്താ? മൗലൂലുഹായ മാന ഉദ്ദേശിക്കൽ തൊട്ട് വിലങ്ങുന്ന കരീനത്ത് അതിലില്ലല്ലോ. അപ്പൊ ബിനഫ്സിഹി അറിയിക്കും. ബിനഫ്സിഹിന്റെ മാന ഏത് വെച്ചു? മൗലൂലുഹായ മാനാന ഉദ്ദേശിക്കലിനൊത്തിട്ട് വിലങ്ങുന്ന കരീനത്തില്ല. അപ്പോൾ മൗലൂലുഹായ മാനാന ഉദ്ദേശിക്കലിനൊത്തിട്ട് വിലങ്ങുന്ന കരീനത്തുള്ളത് മജാസിലാണ്, കിനായത്തിൽ അതില്ലല്ലോ, വിലങ്ങുന്ന കരീനത്തില്ല. അപ്പോൾ കിനായത്ത് പുറപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയാലോ? അത് പറയാൻ പറ്റൂല എന്നാ പറയുന്നത്. എന്താ കാരണം പറയുന്നുണ്ട്? ഔ മിൻ ഗൈരി കരീനത്തിൽ ലഫ്ലിയത്തിൽ, അല്ലെങ്കിൽ ബിനഫ്സിഹിന്റെ മാന ഏത് വെക്കുക? ലഫ്ലിയ കരീനത്ത് കൂടാതെ. കാരണം കിനായത്തില് ലഫ്ലിയ കരീനത്തില്ല. അപ്പൊ ബിനഫ്സിഹി മാനാനമേൽ അറിയിക്കുന്നുണ്ട്, കിനായ മാനാനമേൽ അറിയിക്കുന്നുണ്ട്. ലഫ്ലിയ കരീനത്ത് കിനായത്തിൽ ഉണ്ടാവൂല, മജാസിൽ ലഫ്ലിയ കരീനത്ത് ഉണ്ടാകും. അലാഹാദ ഇങ്ങനെ തൈവീല് ചെയ്യുമ്പോൾ ഇതനുസരിച്ച് യഹ്റുജു പുറപ്പെടും മിനൽ വലഇ, വലഇൽ നിന്ന് പുറപ്പെടും അൽ മജാസു, മജാസ് പുറപ്പെടും ദൂനൽ കിനാറ്റ്, കിനാറ്റിനെ കൂടാതെ. കാരണം മജാസില് വിലങ്ങുന്ന കരീനത്തുണ്ട്. അപ്പൊ ബിനഫ്സിഹി അറിയിക്കണില്ല. പിന്നെ ലഫ്ലിയ കരീനത്തുമുണ്ട്, അപ്പോഴും ബിനഫ്സിഹി അറിയിക്കണില്ല. മജാസില് വിലങ്ങുന്ന കരീനത്തില്ല, അപ്പൊ ബിനഫ്സിഹി അറിയിക്കുന്നുണ്ട്. ലഫ്ലിയ കരീനത്തും ഇല്ല, അപ്പോഴും ബിനഫ്സിഹി അറിയിക്കുന്നുണ്ട്. അപ്പൊ മജാസ് പുറപ്പെട്ടിട്ടുള്ളൂ, കിനായത്ത് പുറപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം അന്നാനക്കൂലു നമ്മൾ പറയും അഹുദുൽ മൗലൂഇ, മൗലൂഇനെ എടുക്കൽ ഫി തഅരീഫിൽ വലഇ, വലഇന്റെ തഅരീഫിൽ മൗലൂഇനെ എടുക്കൽ പിടിക്കൽ ഫാസിദാണ്. കാരണം വലഇന്റെ തഅരീഫ് ഇവിടെ പറഞ്ഞത് എന്താണ്? വലഇന്റെ തഅരീഫ് തഈനുൽ ലഫ്ളി ലിദ്ദലാലത്തി അലാ മഅനൻ ബിനഫ്സിഹി, ബിനഫ്സിനെ നമ്മൾ എങ്ങനെ തഖ്ദീർ ചെയ്തു? മിൻ ഗൈരി കരീനത്തിൻ മാനിഅത്തിൻ അൻ ഇറാദത്തിൽ മൗലൂഇൽ ഉഹൂന. അപ്പൊ ബിനഫ്സിഹി എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ഫുൾ എന്താണ്? മിൻ ഗൈരി കരീനത്തിൻ മാനിഅത്തിൻ അൻ ഇറാദത്തിൽ മൗലൂഇൽ ഉഹു. അപ്പൊ തഅരീഫിൽ എന്ത് വന്നു? തഅരീഫില് മൗലൂ എന്ന ലഫ്ള് ജുസ് ആയിട്ട് വന്നു. എങ്ങനെ വന്നത്? ബിനഫ്സിഹി എന്നതിൽ മൗലൂ ഉൾക്കൊണ്ടിട്ടുണ്ട്. ബിനഫ്സിഹിന്റെ മാന എന്താണ്? മിൻ ഗൈരി കരീനത്തിൻ മാനിയത്തിൻ അൻ ഇറാദത്തിൽ മൗലൂഇൽ ഉഹു എന്നാണ്. അപ്പൊ ബിനഫ്സിഹിൽ മൗലൂ ഉൾക്കൊണ്ടത് കൊണ്ട് തഅരീഫിൽ മൗലൂ എന്ന ലഫ്ള് വന്നു അല്ലേ? അപ്പോൾ ആ വരല് ഫാസിദാനിൽ ലുസൂബി ദൗരി, ദൗറ് ലാസിമായതിന് വേണ്ടി. എന്താ ദൗറ്? ദൗറ് ഇവിടെ വലഇനെ അറിയണമെങ്കിൽ മൗലൂ അറിയണം, മുഅറഫിനെ അറിയണമെങ്കിൽ മുഅരിഫിനെ അറിയണം,
ഇൻസാനിനെ അറിയണമെങ്കിൽ ഹൈവാനാത്തിക്കിനെ അറിയണം. അപ്പോൾ വലയിനെ അറിയണമെങ്കിൽ ബിനഫ്സിഹി എന്നതിനെ അറിയണം. ബിനഫ്സിഹി അറിയണമെങ്കിൽ എന്ത് വേണം? മൗലൂഇനെ അറിയണം. ബിനഫ്സിഹിന്റെ മാന എന്താ? മിൻ ഗൈരി കരീരത്തി മാനിയത്തിൻ ഇറാദത്തിൽ മൗലൂഉ ലഹു എന്നാണ്. അപ്പൊ മൗലൂഉ ലഹൂനെ അറിഞ്ഞെങ്കിലേ വലയിനെ അറിയുള്ളൂ എന്ന് വന്നു. ഇനിയോ വല എന്നുള്ളത് മുസ്തഖ് മിൻഹു ആണ്, മൗലൂഉ മുസ്തഖുമാണ്. അപ്പോൾ വലയിനെ അറിയണമെങ്കിൽ മൗലൂഉ അറിയണം. മൗലൂ ആവുന്ന മുസ്തഖിനെ അറിയണമെങ്കിൽ വല എന്ന മുസ്തഖ് മിൻഹുവിനെ അറിയണം. അങ്ങനെയാണ്. മുസ്തഖിനെ അറിയണമെങ്കിൽ മുസ്തഖ് മിൻഹുവിനെ അറിയണം. അപ്പോൾ എന്ത് വന്നു? വല അറിയണമെങ്കിൽ മൗലൂ അറിയണം. കാരണം മൗലൂ തൈരീഫിൽ ഉൾപ്പെട്ടതാണ്. മുഅരിഫ് അറിഞ്ഞെങ്കിലേ മുഅറഫിനെ അറിയുള്ളൂ. ഇനിയോ മൗലൂ അറിയണമെങ്കിൽ ഏതു അറിയണം? വലു അറിയണം. കാരണം മൗലൂ വലയിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്തതാണ്. ഏതൊരു മുസ്തഖ് മിന്നൂനെ ഏതൊരു മുസ്തഖിനെയും അറിയണമെങ്കിൽ മുസ്തഖ് മിന്നൂനെ അത് അറിയണം. അവ ദൗറ് വന്നു. വക്കത ഹസുറുൽ കരീനത്തി ഫിൽ ലഫ്ലി, കരീനത്തിന് ലഫ്ലിയിൽ ഹസറാക്കലും ഫാസിദ. കാരണം ലഫ്ലിയ കരീനത്തിനെ കൂടാതെ കിനായത്തിൽ ലഫ്ലിയ കരീനത്തില്ല, മജാസിൽ ലഫ്ലിയ കരീനത്തുണ്ട്. അപ്പോൾ മജാസ് ബിനഫ്സിഹി അറിയിക്കുന്നില്ല. ബിനഫ്സിഹിന്റെ മാന ഏത് വെച്ചു? ലഫ്ലിയ കരീനത്തില്ലാത്തത്. മജാസിൽ ലഫ്ലിയ കരീനത്തുണ്ട്, അപ്പൊ ബിനഫ്സി അറിയിക്കണില്ല. അതും പറ്റൂല. കാരണം എന്താണ്? അന്നൽ മജാസ് കത്തക്കൂനു ലഹു ചിലപ്പോൾ മജാസിനും ഉണ്ടാകും കരീനത്തും മഅനവിയത്തുന്ന. മഅനവിയ കരീനത്ത് മജാസിനും ഉണ്ടാകും. കിനായത്തിന് മഅനവിയ കരീനത്ത് തന്നെയാണ്. മജാസിന് ലഫ്ലിയത്തും മഅനവിയത്തുമായ കരീനത്തും ഉണ്ടാകും. അപ്പോഴും ആ ഹസ്ർ ശരിയല്ല. ലഫ്ലിയ കരീനത്തിനെ കൂടാതെ എന്ന് ബിനഫ്സിഹിക്ക് അർത്ഥം വെച്ചാൽ ശരിയാവൂല. ലഫ്ലിയ കരീനത്തില്ല എന്നാണ് ബിനഫ്സിഹി എന്നതിന്റെ മൈനയെങ്കിൽ മൈനവിയായ കരീനത്തും മജാസ് ഉണ്ടാകുമല്ലോ. അപ്പൊ മജാസും ബിനഫ്സിഹി അറിയിക്കുന്നുണ്ട് എന്ന് വരും. അപ്പൊ അതും ശരിയല്ല. ഇനി ലായുക്കാല് പറയപ്പെടൂല മഅനൽ കലാമി, കലാമിന്റെ മഅന അന്നഹു ഖറജ അൻ തൈരീഫിൽ ഹഖീഖത്തി അൽ മജാസു. ഇത് ഫഖറജൽ മജാസു എന്ന് പറഞ്ഞ മജാസ് ഉണ്ടല്ലോ, അത് പുറപ്പെട്ടു. ആ കലാമിന്റെ മഅന അന്നഹു ഖറജ അൻ തൈരീഫിൽ ഹഖീഖത്തി അൽ മജാസു ദൂനൽ കിനായത്തി. അല്ല, അതിന്റെ മഅനയല്ല, ദൂനൽ കിനായത്തി എന്ന കലാമിന്റെ മഅന. മജാസ് പുറപ്പെട്ടു ദൂനൽ കിനായത്തി എന്ന് പറയുമ്പോൾ ആ ദൂനൽ കിനായത്തി എന്നതിന്റെ മഅന, അതായത് ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഫഖറജൽ മജാസു ലിഅന്ന ദലാലത്തുഹു ബികരീനത്തിൻ ദൂനൽ മുസ്തറക്കി എന്ന് പറഞ്ഞിട്ട് ദൂനൽ കിനായത്തി ആണെന്നുള്ള നുസ്ഖ പ്രകാരം ആ കലാമിന്റെ മഅന. മജാസ് പുറപ്പെട്ടു. കാരണം മജാസ് പുറപ്പെടാനുള്ള കാരണം അതിന്റെ ദലാലത്ത് കരീനത്ത് കൊണ്ടാണ്. ദൂനൽ മുസ്തറക്കി, മുസ്തറക്ക് എന്നുള്ളത് ദൂനൽ കിനായത്തി, കിനായത്തിന് കൂടാതെ എന്ന് വെച്ചാൽ ആ കലാമിന്റെ മഅന അന്നഹു ഖർജാൻ തൈരീഫിൽ ഹഖീഖത്തി അൽ മജാസു, മജാസ് പുറപ്പെട്ടു ദൂനൽ കിനായത്തി, കിനായത്തിന് കൂടാതെ. കാരണം ഫഇന്നഹ കിനായത്ത് ഐദൻ ഹഖീഖത്താണ് അലാമാ സർറഹ ബിഹി സാഹിബുൽ മിഫ്താഹ് വ്യക്തമാക്കിയതനുസരിച്ച്. അപ്പോൾ കിനായത്ത് പുറപ്പെട്ടിട്ടില്ല, അത് ഹഖീഖത്താണ്. എന്നാൽ കലാമിന്റെ മഅന എന്നും പറയണ്ട. കാരണം ലിഅന്നനഖൂലു, നമ്മൾ പറയും ആദാ ഫാസിദുൻ, ആ ഖൗലും ഫാസിദാണ്. അലാ റഈൽ മുസന്നിഫിന്റെ റഈ പ്രകാരം ലിഅന്നൽ കിനായത്ത് ലം തുസ്തഅമൽ ഇൻദഹു, മുസന്നിഫിന്റെ അടുക്കൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഫീമാ ഉദിയത്ത് ലഹു, ഫീമാ ഒരു മഅനയിൽ ഉദിയത്ത് ആ കിനായത്ത് എന്ന ലഫ്ദിനെ വെക്കപ്പെട്ടു ലഹു ആ മഅനക്ക് വേണ്ടി. ആ മൗലൂ ലഹു ആയ മഅനയിൽ അതിനെ ഉപയോഗിച്ചിട്ടില്ല മുസന്നിഫിന്റെ അടുക്കൽ. ബൽ ഉസ്തുഇമിലത്ത് കിനായത്തിനെ ഉപയോഗിച്ചത് ഫിൽ ആസിമിൽ മൗലൂ ലഹു, മൗലൂ ലഹുന്റെ ആസിമിലാണ്. മഅ ജവാസി ഇറാദത്തിൽ മൽസൂമി, മൽസൂമിനെ ഉദ്ദേശിക്കൽ ജായിസാവലോടുകൂടെ. മൽസൂം എന്താണ്? മൗലൂ ലഹു ആയ മഅന ഉപയോഗിച്ചത് മൗലൂ ലഹുവിന്റെ ലാസിം മഅനയിലും. അപ്പോ മൗലൂ ലഹു ആയ മഅനയിൽ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചെങ്കിലല്ലേ ഉള്ളൂ
കിനായത്ത് ഹക്കീക്കത്താവുള്ളൂ. പക്ഷെ അതിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ലാസിമിലാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് കിനായത്തായത്. പക്ഷെ മൽസൂമാകുന്ന മൗലൂലുഹു അമാന ഉദ്ദേശിക്കൽ ജായിസാണെന്ന് മാത്രം. ഇതിന് കൂടുതൽ തഹക്കീക്ക് പിന്നീട് വരുന്നുണ്ട്. അല്ലാഹു ഇൻഷാ അല്ലാഹ്.